ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റിന്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ഓൾറെഡി 3 യൂണിറ്റുകൾ ഡിസ്കസ് ചെയ്തു. നാലാമത്തെ യൂണിറ്റിലേക്ക് പോകുന്നു. നാലാമത്തെ യൂണിറ്റ് വരുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്. അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആ സെഷൻ പറയുന്നത് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. റീസൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമുക്ക് പറയുന്ന കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് എന്നാണ്. ദാറ്റ് ഈസ് റൈറ്റ്. ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പർപ്പസ് ആണ്. പക്ഷേ റീസൺ പറയുന്നത് ടോട്ടലി തെറ്റാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി നോൺ മോണിറ്ററി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് മോണിറ്ററി ട്രാൻസാക്ഷൻ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അസെഷൻ പറയുന്നത് എ ഹയർ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ഗ്രേറ്റർ ഫിനാൻഷ്യൽ റിസ്ക്. റീസൺ ഹൈ ഡെറ്റ് ഇൻക്രീസസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻസ് റിഗാർഡ്ലെസ് ഓഫ് പ്രോഫിറ്റ് ലെവൽ. സോ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ ഹയർ ആണെങ്കിൽ ഫിനാൻഷ്യൽ റിസ്ക് കൂട്ടും. റിസ്ക് കൂട്ടുന്നതിന്റെ റീസൺ എന്താണ്? ഡെറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണെങ്കിലും ഒരുപാട് കൂടുതലാകുമ്പോൾ ഇറ്റ് വിൽ ലീഡ്സ് ടു എന്താ? ഇറ്റ് ലീഡ്സ് ടു ഗ്രേറ്റർ ഫിനാൻഷ്യൽ റിസ്ക്. അതിനുള്ള റീസൺ എന്താണ്? ഡെറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ്, അതിന് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണമല്ലോ. ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ കൂടുന്നു. ആ ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ കൂടുന്നത്, പ്രോഫിറ്റ് കൂടിയാലും ഇൻട്രസ്റ്റ് ഒബ്ലിഗേഷൻ കൂടുന്നത് കാരണം റിസ്ക് കൂടും. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇറ്റ് ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അസെഷൻ സീറോ ബേസ് ബജറ്റിംഗ് റിക്വയർസ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഈച്ച് എക്സ്പെൻസ് ഫ്രം ദി സ്ക്രാച്ച്. സീറോ ബേസ് ബജറ്റിംഗ് അലോക്കേറ്റ്സ് ബജറ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ശരിയാണ്. പാസ്റ്റ് എക്സ്പെൻഡിച്ചർ സീറോ ബേസ് ബജറ്റിംഗ് എങ്ങനെയാണ്? ഓരോ എക്സ്പെൻസിനും സ്ക്രാച്ച് തൊട്ട് തന്നെ, സീറോ തൊട്ട് തന്നെ തുടങ്ങുന്നു എന്നുള്ളതാണ് സീറോ ബേസ് ബജറ്റിംഗ്. ഈ വർഷത്തെ ഫിനാൻഷ്യൽ പ്ലാൻ എടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസുകൾ ഒന്നും എടുക്കുന്നില്ല. ഈ വർഷത്തെ സീറോ ലെവലിൽ ബജറ്റ് ചെയ്യുന്ന രീതിയാണ് സീറോ ബേസ് ബജറ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. സീറോ ബേസ് ബജറ്റ് അലോക്കേറ്റ്സ് ബജറ്റ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ എക്സ്പെൻഡിച്ചർ അല്ല. ഇവിടെ എന്താണ്? ഇറ്റ് ഡസ് നോട്ട് റിലേ ഓൺ ഹിസ്റ്റോറിക്കൽ എക്സ്പെൻഡിച്ചർ എന്നുള്ളതാണ് കൺസെപ്റ്റാണ് ഓർക്കേണ്ടത്. പ്രസന്റ് ബേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അത് പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഡിപ്രിസിയേഷൻ ഇസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ഫണ്ട് ഫ്ലോ അനാലിസിസ്. ഡിപ്രിസിയേഷൻ റെഡ്യൂസ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഫ്രം എ ഫെയിം. സോ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എന്തുകൊണ്ടാണ്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഡസ് നോട്ട് റെഡ്യൂസ് ക്യാഷ് ഫ്ലോ. ഓക്കെ, അപ്പോൾ എന്താ? ഡിപ്രീസിയേഷൻ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് ആണ്. ഫിനാൻസ് ചെയ്യുമ്പോൾ എങ്ങനെയത്? നമ്മളിപ്പോൾ ഡിപ്രീസിയേഷൻ എന്നുള്ള രീതിയിൽ ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ആ എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്ന ഒരു സോഴ്സ് ഓഫ് ഫണ്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ഇത്ര എമൗണ്ട് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്കൊരു എക്സ്പെൻസ് ഇല്ല. ഡിപ്രീസിയേഷൻ ഫണ്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ആ ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഡിപ്രീസിയേഷൻ ഒരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. സോ ഡസ് നോട്ട് റെഡ്യൂസ് ക്യാഷ് ഔട്ട് ഫ്ലോ. ഇറ്റ് ഈസ് ആഡഡ് ബാക്ക് ഇൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഇത് ഈ എമൗണ്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുന്നു. സോ ഡിപ്രീസിയേഷൻ ഇസ് എ സോഴ്സ് ഓഫ് ഫണ്ട് ഇൻ ദി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ്. പറയുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഡിപ്രീസിയേഷൻ റെഡ്യൂസസ് ക്യാഷ് ഔട്ട് ഫ്ലോസ് ഓഫ് ദി ഫെയിമിന്റെ ക്യാഷ് ഔട്ട് ഫ്ലോ കുറയ്ക്കുന്നുണ്ട്. അതും ശരിയാണ്. ബിക്കോസ് നമുക്ക് എന്താണ്, ആ എമൗണ്ട് ഔട്ട് ഫ്ലോ ആയിട്ട് വരുന്നില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. എന്നാൽ അസെഷന്റെ റീസൺ അല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ഈസ് യൂസ്ഫുൾ ഫോർ ബ്രേക്ക് ഇവൻ അനാലിസിസ്. ഇറ്റ് സെപ്പറേറ്റ്സ് ഫിക്സ്ഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. വാട്ട് യു തിങ്ക്? മാർജിനൽ കോസ്റ്റിംഗിൽ ബ്രേക്ക് ഇവൻ അനാലിസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് CVP അനാലിസിസ് ആണ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് തന്നെയാണ്. സോ ബ്രേക്ക് ഇവൻ അനാലിസിസ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ മാർജിൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നോക്കിയിട്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് കോൺട്രിബ്യൂഷൻ മാർജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ഇവൻ അനാലിസിസ് ചെയ്യുന്നത്. സോ മാർജിനൽ കോസ്റ്റിംഗ് ആണ് അതിനുള്ള ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ മാർജിനൽ പറയുന്ന ആ സെഷനും അതോടൊപ്പം അതിന്റെ റീസണും കറക്റ്റ് ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദി ഡ്യൂ പോയിന്റ് അനാലിസിസ് പ്രൈമർലി യൂസ് ഫോർ. ഡ്യൂ പോയിന്റ് അനാലിസിസിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് ലിവറേജ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, അനലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. സോ ഡ്യൂ പോയിന്റ് അനാലിസിസ് ബ്രേക്ക് ഡൗൺ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇൻ ടു നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഇൻ ടു അസറ്റ് ടേൺ ഓവർ, ഇൻ ടു ഇക്വിറ്റി മൾട്ടിപ്പയർ. അപ്പോൾ എന്താ ഡ്യൂ പോയിന്റ് അനാലിസിസ് പ്രകാരം നമ്മളുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ അല്ലെങ്കിൽ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എടുക്കുന്നു, അസറ്റിനെ ടേൺ ഓവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതേപോലെ ഇക്വിറ്റി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇത് മൂന്നും ചെയ്ത് കഴിയുമ്പോൾ ഉള്ള റിട്ടേൺ ആണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി കൺസിഡർ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം എന്തുകൂടിയുണ്ട്, ലിവറേജ് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് എലമെന്റുകൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ റിട്ടേൺ ഓൺ ഇക്വിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഡ്യൂപോണ്ട് അനാലിസിസിൽ വരുന്നത്. അനലൈസ് പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി ആൻഡ് ലിവറേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി അക്കൗണ്ടിംഗ് ഇക്വേഷൻ കറന്റ്ലി എക്സ്പ്രസ്ഡ് ആസ്. ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് റേഷ്യോ അനാലിസിസ്? റേഷ്യോ അനാലിസിസിന്റെ ലിമിറ്റേഷൻ അല്ലാത്തതെന്നാണ്. റേഷ്യൂസ് മേ ഇഗ്നോർ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ്. റേഷ്യൂസ് ആർ യൂസ്ഫുൾ ഫോർ ട്രെൻഡ് അനാലിസിസ്. ഡിഫറെൻറ്റ് ഫേംസ് യൂസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പോളിസീസ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. റേഷ്യൂസും ട്രെൻഡ്സും ടോട്ടലി ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് എന്ത് പറയാം, റേഷ്യൂസ് ആർ യൂസ്ഫുൾ ഫോർ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത് തെറ്റാണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇൻ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പറേഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് പാർട്ട് ഓഫ് പ്രൈം കോസ്റ്റ്? പ്രൈം കോസ്റ്റിന്റെ ഭാഗമല്ലാത്തതാന്ന് വെച്ചിരിക്കുന്നത്. പ്രൈം കോസ്റ്റ് എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. സോ ഡയറക്റ്റ് മെറ്റീരിയൽ വരുന്നുണ്ട്, ഡയറക്റ്റ് വേജസ് വരുന്നുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് വരുന്നുണ്ട്. ഫാക്ടറി ഓവർഹെഡ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റിന്റെ ഭാഗമല്ല. ഓക്കെ, സോ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ടാണ്. ഫാക്ടറി ഓവർഹെഡ് ഫാക്ടറി കോസ്റ്റിന്റെ ഭാഗമാണ്, നോട്ട് പ്രൈം കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ലിവറേജ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് എ ഫെയിം സെൻസിറ്റിവിറ്റി ടു EBIT ചേഞ്ചസ് ഇൻ റിലേഷൻ ടു EPS? സോ ഏതാണ് EBIT ടു EPS റിലേഷൻ പറയുന്ന പ്രോഫിറ്റബിലിറ്റി റേഷ്യോ എന്ന് അയച്ചിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പയർഡ് ലിവറേജ്, ഗ്രോസ് ലിവറേജ്. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ് ആണ് EBITയും EPS തമ്മിലുള്ള റിലേഷൻ പറയുന്നത്. സോ ഫിനാൻഷ്യൽ ലിവറേജ് മെഷേഴ്സ് ദി ഇഫക്റ്റ് ഓഫ് EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഓൺ ഏർണിങ്സ് പെർ ഷെയർ ഡ്യൂ ടു ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ലൈക്ക് ഇൻട്രസ്റ്റ്. അതായത് ലോങ് ടേം ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് വഴി എത്രമാത്രം നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് വേരിയേഷൻ കിട്ടുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ് അളക്കുന്നത്. അതുകൊണ്ടാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എടുക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആർക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ലോങ് ടൈം ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിറ്റീസിനുള്ളതാണ്. ഡിബഞ്ചർ, ലോൺസ് ഒക്കെ എടുക്കുമ്പോൾ അത് എന്താണ്, ഡെറ്റാണ്. ആ ഡെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്ത് വേരിയേഷനാണ് കിട്ടുന്നത്, പ്രോഫിറ്റിൽ എന്ത് മാറ്റമാണ് വരുന്നത്, ഇത് ഐഡന്റിഫൈ ചെയ്യാനാണ് ഫിനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ ലിവറേജ് മെഷേഴ്സ് ദി ഇഫക്റ്റ് ഓഫ് EBIT ഓൺ EPS. സോ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺസെപ്റ്റുകൾ മസ്റ്റായിട്ട് ഓർത്തിരിക്കേണ്ടത്, ഒന്ന് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിലേക്ക് വരുമ്പോൾ വൺ ഈസ് ഗ്യാപ് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദെൻ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. അടുത്തത് കൺസെപ്റ്റുകളാണ്. അക്രൂവൽ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ്, ദെൻ കൺസിസ്റ്റൻസി, പ്രൂഡൻസ്, ഗോയിങ് കൺസേൺ പോലുള്ള കൺസെപ്റ്റുകളെ പറ്റി ഓർക്കുക. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം അക്രൂ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻകം നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കുന്നു. ഓക്കെ, അക്രൂ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, നോട്ട് ആക്ച്വൽ റിസീവ്ഡ്. ആക്ച്വലി റിസീവ് ചെയ്യുക എന്ന് പറയുന്നതല്ല, അക്രൂ ചെയ്യുന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് അക്രൂവൽ കൺസെപ്റ്റ് പറയുന്നത്. മാച്ചിങ് കൺസെപ്റ്റ് ഓരോ എക്സ്പെൻസും ഓരോ ഇൻകവും അതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്യണം, ഓർ ഓരോ എക്സ്പെൻസും ഓരോ ഇൻകവുമായിട്ട് മാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനുമായി ബന്ധപ്പെട്ട് മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്, മെഷീനുമായി ബന്ധപ്പെട്ട് ക്യാരിയിങ് കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ വർഷം തന്നെ
മെഷീൻ വാങ്ങുന്ന എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്യാരിങ് കോസ്റ്റ് അതേ വർഷം തന്നെ അലൊക്കേറ്റ് ചെയ്യണം. ഇതാണ് മാച്ചിങ്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് മാച്ച് ചെയ്യുക എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെയാണ്. അത് കുറച്ചുകൂടി സിസ്റ്റമാറ്റിക്കലി പറയുകയാണെങ്കിൽ ഏത് ഇൻകം ആണോ കറസ്പോണ്ടിങ് എക്സ്പെൻസ് ആ വർഷം തന്നെ മാച്ച് ചെയ്യണം. ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് ആ വർഷം തന്നെ മാച്ച് ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി. ഒരു വർഷം യൂസ് ചെയ്യുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ തന്നെ അടുത്ത വർഷവും റിപ്പീറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ കമ്പാരിസണുള്ള സ്കോപ്പ് ഉള്ളൂ. പ്രുഡൻസ് പ്രൊവൈഡ് ഫോർ ഓൾ പോസിബിൾ ലോസസ്. ലോസസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഒക്കെ. ദെൻ ഗോയിങ് കൺസേൺ, എല്ലാ എൻറ്റിറ്റിയും ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻസ് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഓണേഴ്സ് ഉണ്ടെങ്കിലും അവർ മരണപ്പെട്ടാലും ബിസിനസ് എൻറ്റിറ്റി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ്, അവർ കണ്ടിന്യൂ ചെയ്യും. ഇതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പറയുന്നത്. ദെൻ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ ബാലൻസ് ഷീറ്റ്, ഇൻകം സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയുള്ള സ്റ്റേറ്റ്മെന്റ്സിനെ പറ്റി ഓർക്കുക. അക്കൗണ്ടിങ് ഇക്വേഷൻ, ആസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഇന്റേണൽ മാനേജ്മെന്റും അതേപോലെ എക്സ്റ്റേണൽ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്, ഇവർക്കെല്ലാം അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ആവശ്യമുണ്ട്. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലേക്ക് വരുമ്പോൾ അനാലിസിസ് ടൂളുകളാണ് റേഷ്യോ അനാലിസിസ്. അതിൽ ലിക്വിഡിറ്റി റേഷ്യോ, സോൾവൻസി റേഷ്യോ, പ്രോഫിറ്റബിലിറ്റി റേഷ്യോ, എഫിഷ്യൻസി റേഷ്യോസ് തുടങ്ങിയുള്ള റേഷ്യോസ് ഉണ്ട്. അതേപോലെ ഫണ്ട് ഫ്ലോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് മൂവ്മെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഓവർ ടൈം ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങനെ വേരിയേഷൻ വരുന്നു, ഫണ്ട് ഫ്ലോയെ ബേസ് ചെയ്തുകൊണ്ട് വർക്കിംഗ് ക്യാപിറ്റലിലുള്ള വേരിയേഷൻ ഐഡന്റിഫൈ ചെയ്യാനാണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യും: ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആൻഡ് ക്യാഷ് ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ദെൻ ഡ്യൂ പോയിന്റ് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഐഡന്റിഫൈ ചെയ്യാനാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഐഡന്റിഫൈ ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇൻറ്റു അസറ്റ് ടേൺ ഓവർ ഇൻറ്റു ഇക്വിറ്റി മൾട്ടിപ്ലയർ ചെയ്തിട്ടാണ് ഡ്യൂ പോയിന്റ് അനാലിസിസിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഐഡന്റിഫൈ ചെയ്യുന്നത്. ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റേഷ്യോ അനാലിസിസിലേക്ക് വരുമ്പോൾ ലിക്വിഡിറ്റി റേഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഫേമിന്റെ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് കാണിക്കുന്നത്. സോൾവൻസി റേഷ്യൂ ലോങ് ടേം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. പ്രോഫിറ്റബിലിറ്റി റേഷ്യൂ എബിലിറ്റി ടു ജനറേറ്റ് പ്രോഫിറ്റ്. എഫിഷ്യൻസി റേഷ്യൂ അസറ്റ് യൂട്ടിലൈസേഷൻ, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അസറ്റ്സിനെ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്, എഫിഷ്യൻ്റ് ആണോ എന്ന് ഉറപ്പാക്കാനാണ് എഫിഷ്യൻസി റേഷ്യൂസ് ഉപയോഗിക്കുന്നത്. ഇത് ഓരോ റേഷ്യൂസിൻ്റെയും ഇക്വേഷനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യൂസിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചു വെച്ചേക്കണം. ലൈക്ക് കറണ്ട് റേഷ്യൂ, ക്വിക്ക് റേഷ്യൂ, ഡെറ്റ് ഇക്വിറ്റി റേഷ്യൂ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യൂ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, റിട്ടേൺ ഓൺ ഇക്വിറ്റി, അങ്ങനെയുള്ള റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി തുടങ്ങിയിട്ടുള്ള പല റേഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഈ റേഷ്യൂസിൻ്റെ എല്ലാത്തിൻ്റെയും ഇക്വേഷൻസ് നമ്മൾ നോക്കി വെച്ചേക്കണം. കുറച്ച് എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ലിക്വിഡിറ്റി റേഷ്യോയിലേക്ക് വരുമ്പോൾ കറണ്ട് അസറ്റ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ചെയ്താൽ കറണ്ട് റേഷ്യോ ആയി. അതിൻ്റെ നോർമലി ഒരു ഐഡിയൽ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 2:1 മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. 2:1 എന്ന് പറഞ്ഞാൽ ടു കറണ്ട് അസറ്റിന് ഒരു കറണ്ട് ലയബിലിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്താണ് ഏറ്റവും ഐഡിയൽ. അടുത്തത് ക്വിക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്ന് കൂടി പറയും. കറണ്ട് അസറ്റ് മൈനസ് ഇൻവെന്ററീസ്. കറണ്ട് അസറ്റിന് മുമ്പ് പറഞ്ഞ കറണ്ട് റേഷ്യോനകത്ത് കറണ്ട് അസറ്റിൽ നിന്ന് ഇൻവെന്ററി ഒഴിവാക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഒഴിവാക്കുക. ഇത് രണ്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താകുന്നു? ക്വിക്ക് അസറ്റായി മാറുന്നു. സോ ക്വിക്ക് അസറ്റുമായി ബന്ധപ്പെട്ട റേഷ്യോ എന്ന് പറയുന്നത് ക്വിക്ക് അസറ്റ് ഡിവൈഡ് ബൈ ലയബിലിറ്റീസ് എടുക്കുമ്പോഴാണ്. സോ 1:1 ആണ് പ്രിഫർ ചെയ്യുന്നത്. ക്വിക്ക് അസറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കറണ്ട് അസറ്റിൽ നിന്നും ഇൻവെന്ററീസും പ്രീപെയ്ഡ് എക്സ്പെൻസും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് അസറ്റായി. ഓക്കെ. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒപ്പം എന്ത് ചെയ്യണം? റെഡിലി ക്യാഷായിട്ടും, ഐ മീൻ ക്യാഷും റെഡിലി മാർക്കറ്റിലുള്ള കൺസെപ്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആബ്സല്യൂട്ട്ലി ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം മാത്രം എടുക്കുന്നു, ക്യാഷ്. അതും അതേപോലെ തന്നെ റെഡിലി മാർക്കറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് എടുത്തിട്ട് ഡിവൈഡഡ് ബൈ ലയബിലിറ്റീസ് ചെയ്ത് കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ആയി. അതിന് പ്രിഫർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 0.5:1 ആണ്. അതായത് പകുതിയെങ്കിലും അബ്സല്യൂട്ട് ലിക്വിഡിറ്റി അസറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നത്. പിന്നെ ക്യാഷ് റേഷ്യോ, അതാണ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ഞാൻ പറഞ്ഞത്. സോ ക്യാഷ് റേഷ്യോ അവിടെ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് അബ്സല്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ. പിന്നെ ഉള്ളത് വർക്കിംഗ് ക്യാപിറ്റൽ.
കറണ്ട് അസറ്റിൽ നിന്ന് കറണ്ട് ലയബിലിറ്റി കുറച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റലായി. പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിൽ ലിക്വിഡിറ്റി കാണിക്കുന്നു എന്നുള്ളതാണ്. സോ റേഷ്യോ എടുക്കുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറയേണ്ട കാര്യമില്ല. ബാക്കിയുള്ള മൂന്നും ലിക്വിഡിറ്റി റേഷ്യോ എക്സാമ്പിൾ ആണ്. കറണ്ട് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ദെൻ ആബ്സലൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ ഓർ ക്യാഷ് റേഷ്യോ. അടുത്തത് സോൾവൻസി ഓർ ലിവറേജ് റേഷ്യോ. സോൾവൻസി റേഷ്യോസിലേക്ക് വരുമ്പോൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ, ടോട്ടൽ ഡെറ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്, ടോട്ടൽ ഡെറ്റ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഹയർ ആണെങ്കിൽ കൂടുതൽ ലിവറേജ് ഉണ്ടെന്നാണ്, ഐഡിയൽ 2:1 ആണ്. അതായത് ഈ റേഷ്യോ കൂടുകയാണെങ്കിൽ ഡെറ്റ് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണല്ലോ കാണിക്കുന്നത്. ഡെറ്റ് ഇക്വിറ്റി ആണ്, ഡെറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആണ്. ഡെറ്റ് കൂടുകയാണെങ്കിൽ ഐ മീൻ റേഷ്യോ കൂടുകയാണെങ്കിൽ ഡെറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നു. കൂടുതൽ ഡെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താണ്? ദർ ഇസ് റിസ്ക്. ഓക്കെ. ദെൻ ടോട്ടൽ അസറ്റ് ടു ഡെറ്റ്, ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെറ്റ് ഇൻഡിക്കേറ്റ്സ് അസറ്റ് ബേസ്ഡ് ഓർ ഡെറ്റ് കവറേജ്. ഡെറ്റ് കവർ ചെയ്യാൻ, ഡെറ്റ് പേയ്മെന്റ് നടത്താനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള അസറ്റ് ബേസ് നമുക്കുണ്ടോ എന്നറിയാനാണ് ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ അസറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെറ്റ്. ദെൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻഡിച്ചർ. ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഷോസ് ദി എബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ്. ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇൻട്രസ്റ്റ് എത്രമാത്രം പേ ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. സോ യു ക്യാൻ സി ഷുഡ് ബി മോർ ദാൻ ത്രീ ടൈംസ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാലാണ് ഐഡിയൽ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുക ഇൻട്രസ്റ്റ് കവറേജ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡെറ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഡെറ്റ് ഡിവൈഡ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി. ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് ഡെറ്റ് പ്ലസ് ഇക്വിറ്റി. സോ ഡെറ്റ് ഡിവൈഡ് ബൈ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി ചെയ്ത് കഴിഞ്ഞാൽ എത്ര പോർഷനാണ് ടോട്ടൽ ക്യാപിറ്റലിൽ എത്ര പോർഷനാണ് ഡെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത പ്രൊപ്പറേറ്റർ റേഷ്യോ ആണ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കൂടുതലാണെങ്കിൽ സ്ട്രോങ്ങർ ആണ്, അതാണ് കാണിക്കുന്നത്. ഹയർ സ്ട്രോങ്ങർ സോൾവൻസി ഉണ്ടെന്ന് പറയാം. അടുത്ത റേഷ്യൂസ് പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസ്. ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100 മെഷേഴ്സ് ബേസിക് പ്രോഫിറ്റബിലിറ്റി. ബേസിക് പ്രോഫിറ്റബിലിറ്റി എത്രമാത്രം ഉണ്ടെന്ന് അറിയാനാണ് ഗ്രോസ് പ്രോഫിറ്റ് മാർജിൻ യൂസ് ചെയ്യുന്നത്. അടുത്ത നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100 ഓവറോൾ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻടു 100 ബിസിനസ് ഏണിങ്സ് എത്രമാത്രമാണ്, ബിസിനസ് ഓപ്പറേറ്റിംഗ് ലെവലിൽ, അതായത് ബിസിനസ് വഴി ഏൺ ചെയ്തിരിക്കുന്ന പ്രോഫിറ്റ് എത്രമാത്രം എന്നാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് പറയുന്നത്. സോ ഇറ്റ് ഫോക്കസ് ഓൺ കോർ ബിസിനസ് ഏണിങ്സ്. ദെൻ റിട്ടേൺ ഓൺ അസറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ് മെഷേഴ്സ് എഫിഷ്യൻസി ഇൻ അസറ്റ് യൂസ്. അസറ്റ് യൂസ് എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നതാണ് കാണിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. ദെൻ റിട്ടേൺ ഓൺ ഇക്വിറ്റി, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഇൻഡിക്കേറ്റ്സ് റിട്ടേൺ ഓൺ ഓണേഴ്സ് ക്യാപിറ്റൽ. ഓണേഴ്സ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതിനകത്ത് എത്രമാത്രം റിട്ടേൺ ഉണ്ടെന്നാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി കാണിക്കുന്നത്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇൻ ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുക്കുന്നത് ഡെറ്റ് പ്ലസ് ഇക്വിറ്റി മൈനസ് കറന്റ് ലയബിലിറ്റീസ് ചെയ്തിട്ടാണ്. സോ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് ചെയ്യുന്നു. പ്രീ ടാക്സ് റിട്ടേൺ ഫോർ ഓൾ ലോങ് ടേം ഫണ്ട്സ്, ലോങ് ടേം ഫണ്ട്സിന്റെ റിട്ടേൺ എത്രമാത്രമാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. സോ ഡെറ്റ് പ്ലസ് ഇക്വിറ്റി ചെയ്യുന്നു, കറണ്ട് അസറ്റ് ഒഴിവാക്കുന്നു. അതുവഴിയാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കുന്നത്. ദെൻ ഏർണിങ്സ് പെർ ഷെയർ, നെറ്റ് പ്രോഫിറ്റ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു, ബാക്കി എല്ലാവർക്കും പേ ചെയ്യാനുള്ള എമൗണ്ടുകളെല്ലാം കുറയ്ക്കുന്നു, അതാണ് പ്രിഫറൻസ് ഡിവിഡൻഡ് എടുത്തെന്ന് പറഞ്ഞത്. പ്രിഫറൻസ് ഡിവിഡൻഡ് എടുക്കുന്നു, അത് കുറയ്ക്കുന്നു, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. സോ പെർ ഷെയർ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം, കീ മാർക്കറ്റ് ഇൻഡിക്കേറ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക പ്രോഫിറ്റബിലിറ്റി റേഷ്യൂസിൽ. പിന്നെ വരുന്നത് ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യൂസ്. ടേൺ ഓവർ റേഷ്യൂസിൽ വരുന്നത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി. ഹയർ എഫിഷ്യന്റ് ഇൻവെന്ററി യൂസേജ് കാണിക്കുന്നു. ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യൂ, ദാറ്റ് ഷോസ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് റിസീവബിൾ ഓർ ആവറേജ് ഡെറ്റേഴ്സ് എന്ന് പറയാം. സോ ഹയർ ഈസ് മീൻസ് ഫാസ്റ്റർ കളക്ഷൻ. റേഷ്യോ കൂടുതലാണെങ്കിൽ കൂടുതൽ പെട്ടെന്ന് കളക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, റിക്കവർ ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ആവറേജ് കളക്ഷൻ പീരീഡ് 365 ഡിവൈഡ് ബൈ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ മതി. യുൽ ഗെറ്റ് എത്ര ടൈമിനുള്ളിലാണ് ഡെറ്റേഴ്സ് കളക്ട് ചെയ്യപ്പെടുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, നെറ്റ് ക്രെഡിറ്റ് പർച്ചേസസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട്സ് പേയബിൾ ആണ് നെറ്റ് ചെയ്യേണ്ടത്. ഹയർ ആണെങ്കിൽ ക്വിക്കർ പേയ്മെന്റ് ടു സപ്ലൈസ്, സപ്ലൈസിന് നമ്മൾ ക്വിക്കായിട്ട് പേയ്മെന്റ് നടത്തുന്നത് കാണിക്കുന്നു. ദെൻ
ഇതേപോലെ തന്നെ ആവറേജ് പേയ്മെന്റ് പീരീഡും ചെയ്യാം. ആവറേജ് പേയ്മെന്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ 365 ഡിവൈഡ് ബൈ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ ചെയ്താൽ മതി. അപ്പോൾ എത്ര നാളുകൾക്കുള്ളിലാണ് നമ്മൾ ഓരോ ക്രെഡിറ്റും പേ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ദെൻ അസറ്റ് ടേൺ ഓവർ റേഷ്യോ. അസറ്റ് ടേൺ ഓവർ റേഷ്യോ നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. ഹയർ ആണെങ്കിൽ ബെറ്റർ യൂസ് ഓഫ് അസറ്റ്സ്. ദെൻ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് ഫിക്സ്ഡ് അസറ്റ്. സെയിൽസ് ജനറേറ്റഡ് പെർ റുപ്പീസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ്. ഓരോ ഫിക്സ്ഡ് അസറ്റിനെയും എത്രമാത്രം സെയിൽസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ചെയ്യുന്നത്. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ നെറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് എത്ര റവന്യൂ ഏൺ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനാണ് വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ ചെയ്യുന്നത്. ഇനി മാർക്കറ്റ് ബേസ്ഡ് ആയുള്ള റേഷ്യൂസ്. ഏണിങ്സ് പെർ ഷെയർ നെറ്റ് പ്രോഫിറ്റ് മൈനസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. പ്രോഫിറ്റബിലിറ്റി ആണ് മനസ്സിലാക്കുന്നത്. ദെൻ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ, പി ഇ റേഷ്യോ. മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ, ഇ പി എസ്. മാർക്കറ്റ് പ്രൈസിനെ ഇ പി എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻഡിക്കേറ്റ്സ് മാർക്കറ്റ് വാല്യുവേഷൻ ഓഫ് ഏണിങ്സ്. ഏണിങ്സിനെ മാർക്കറ്റ് പ്രൈസിലേക്ക് കൊണ്ടുവരുവാണ്. സോ മാർക്കറ്റ് വാല്യുവേഷൻ എങ്ങനെയാണ് ഏണിങ്സ് പെർ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ഏണിങ്സ് പെർ പ്രൈസ് ടു ഏണിങ്സ് റേഷ്യോ ചെയ്യുന്നത്. അടുത്തത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ ഇൻറ്റു 100. സോ എത്രമാത്രം പ്രോഫിറ്റ് പേ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പ്രപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് പെയ്ഡ് ഔട്ട്. ഡിവിഡൻഡ് yield, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഇൻറ്റു 100. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയിൽ ഏണിങ്സ് പെർ ഷെയർ എടുത്തു. ഇവിടെ ഡിവിഡൻഡ് yield ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. റിട്ടേൺ ഓൺ ഷെയർ ബേസ്ഡ് ഓൺ ഡിവിഡൻഡ്. അടുത്തത് ബുക്ക് വാല്യൂ പെർ ഷെയർ. ബുക്ക് വാല്യൂ പെർ ഷെയർ ഇസ് ഈക്വൽ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ദാറ്റ് മീൻസ് നെറ്റ് വർത്ത് എത്രയാണ് ഒരു ഷെയറിന് എന്ന് മനസ്സിലാക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറേ റേഷ്യൂസ് പറഞ്ഞു. ഈ റേഷ്യൂസിലേക്ക് ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കുക. ഇക്വേഷനായിട്ടൊക്കെ തന്നെ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അടുത്തത് കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് ഷീറ്റുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ. കോസ്റ്റ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഓരോ എലമെന്റുകളും, ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് വേരിയസ് എലമെന്റ് ഓഫ് കോസ്റ്റ്, പ്രൈം കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, സെല്ലിംഗ് കോസ്റ്റ്, അങ്ങനെ ഓരോ എലമെന്റുകളും കാണിച്ചു തരുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ദെൻ അതിൽ വരുന്ന ഡിഫറെന്റ് എലമെന്റുകൾ. പ്രൈം കോസ്റ്റ്, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് കൂട്ടിക്കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് ആയി. പ്രൈം കോസ്റ്റിൻ്റെ ഒപ്പം ഫാക്ടറി ഓവർ ഹെഡ് കൂട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറി ഓർ വർക്ക് കോസ്റ്റ് ആയി. അതിൻ്റെ ഒപ്പം വീണ്ടും എന്തുവാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ ആഡ് ചെയ്യുക. സോ സെല്ലിംഗ് കോസ്റ്റ് ആവും. ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആകും. ഫൈനലി കോസ്റ്റ് ഓഫ് സെയിൽസ് ആവും. അപ്പം അങ്ങനെ ഓരോ ഐറ്റംസും ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ കോസ്റ്റിംഗ് ടെക്നിക്സ്, നമ്മൾ പല രീതിയിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിക്കും. മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. സോ മാർജിനൽ കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ, മാർജിനൽ കോസ്റ്റിംഗ് ക്ലാസിഫൈസ് കോസ്റ്റ് ഇൻറ്റു വേരിയബിൾ ആൻഡ് ഫിക്സഡ് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഡിസിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നമ്മൾ സെയിൽസ് എടുക്കുന്നു. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷനായി. ഇതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് ലെവൽ. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നു. അതായത് മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എങ്ങോട്ട് കൊടുക്കുന്നു? ഫിക്സ്ഡ് കോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പെർമനന്റ് കോസ്റ്റ് ആണ്, സ്റ്റേബിൾ കോസ്റ്റ് ആണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അഫക്റ്റ് ചെയ്യുന്ന യഥാർത്ഥത്തിൽ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് എന്നുള്ള കൺസെപ്റ്റിലാണ് മാർജിനൽ കോസ്റ്റിംഗ് പറയുന്നത്. ഓക്കെ, സോ യു ക്യാൻ സി കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. പി വി റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ കംസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വേരിയൻസ് അനാലിസിസ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിലേക്ക് വരുമ്പോൾ ഡിഫറെൻറ്റ് വേരിയൻസുകളെ പറ്റി നോക്കണം. മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ് ആൻഡ് ഓവർ ഹെഡ് വേരിയൻസ്. മെറ്റീരിയൽ വേരിയൻസിനകത്ത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്, അതേപോലെ ലേബർ വേരിയൻസിനകത്ത് ലേബർ റേറ്റ് വേരിയൻസ്, ലേബർ എഫിഷ്യൻസി വേരിയൻസ്. ഓവർ ഹെഡ് വേരിയൻസിനകത്ത് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് കോസ്റ്റ്, എക്സ്പെൻഡിച്ചർ, വോളിയം വേരിയൻസസ്. ഇങ്ങനെ ഓരോന്നിനെ പറ്റിയും ഇക്വേഷൻ എന്താണെന്ന് നോക്കണം. എല്ലാത്തിലും എന്താണ്? സ്റ്റാൻഡേർഡ് മൈനസ് ആക്ച്വൽ ആണ്. സ്റ്റാൻഡേർഡ് ആക്ച്വൽ ഡിഫറൻസ് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. സോ അത് മെറ്റീരിയൽ വേരിയൻസ്, ലേബർ വേരിയൻസ്, ഓവർ ഹെഡ് വേരിയൻസ് എന്നുള്ള രീതിയിൽ നോക്കണം. ദെൻ അടുത്ത ടോപ്പിക് ഏരിയ വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ എന്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്? പ്ലാനിങ്, ഓർഗനൈസിങ് ആൻഡ് കൺട്രോളിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്. ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെ പ്ലാനിങ്ങും അതെങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നു, ദെൻ അതിന്റെ കൺട്രോളിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പറയുന്നത്. പ്രൈമറി ഫംഗ്ഷൻ
ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ. ഈ മൂന്ന് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പ്രൈമറി ഫംഗ്ഷൻ. എഫ് എമ്മിന്റെ ഗോളായിട്ട് പറയാവുന്നത് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ഓക്കെ. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? മിക്സ് ഓഫ് ഡെറ്റ് ഇക്വിറ്റി ഇൻ ടോട്ടൽ ക്യാപിറ്റൽ. ഡെറ്റും ഇക്വിറ്റിയും എങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ പറയുന്നത്. ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റവുമായി ബന്ധപ്പെട്ട കോസ്റ്റ്, അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, കോസ്റ്റ് ഓഫ് ഡെറ്റ്, കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ, ഇതെല്ലാം ചേരുന്നതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അതിനെയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദെൻ EBIT, EPS അനാലിസിസ്. It helps to find out financial break-even and indifference point. Earnings before interest and taxും ഏർണിങ്സ് പെർ ഷെയറുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഫിനാൻഷ്യൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എത്രയാ, ഏത് ലെവലിലാണെന്നും അതേപോലെ ഇൻഡിഫറൻസ് പോയിന്റ് ഏത് ലെവലാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദെൻ ലിവറേജസ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്, ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, അതേപോലെ തന്നെ കമ്പയർഡ് ലിവറേജ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ബിസിനസ് റിസ്ക് എത്രമാത്രമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ഫിനാൻഷ്യൽ ലിവറേജ് ഡെറ്റ് യൂസേജിന്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്നും കമ്പൈൻഡ് ലിവറേജ് ടോട്ടൽ റിസ്ക് എന്താണെന്നും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദെൻ ബഡ്ജറ്റിംഗ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബഡ്ജറ്റ്. ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിമെയിൻസ് അൺചേഞ്ച് റിഗാർഡ്ലെസ് ഓഫ് ആക്ടിവിറ്റി ലെവൽ. ആക്ടിവിറ്റി ലെവൽ മാറുന്നതിനകത്ത് ബഡ്ജറ്റിൽ മാറ്റം വരുന്നില്ലെങ്കിൽ അതിനെ ഫിക്സ്ഡ് ബഡ്ജറ്റ് എന്ന് പറയും. ആക്ടിവിറ്റി ലെവലിലുള്ള വേരിയേഷൻ ബഡ്ജറ്റിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഫിക്സ്ഡ് ബഡ്ജറ്റാണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആണെങ്കിൽ ഇറ്റ് അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ആക്ടിവിറ്റി ലെവൽ. ആക്ടിവിറ്റി ലെവൽ മാറുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയാം. സീറോ ബേസ് ബഡ്ജറ്റിംഗ്. എവറി എക്സ്പെൻസ് ക്യാൻ ബി ജസ്റ്റിഫൈഡ് ഫ്രം സ്ക്രാച്ച്. സീറോയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട ഇനി പിന്നീട് വരുന്ന ഓരോ എക്സ്പെൻസുകളും അതിന് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവണം. അതാണ് സീറോ ബേസ് ബഡ്ജറ്റിംഗ്. ദെൻ ബഡ്ജറ്ററി കൺട്രോൾ. കമ്പയറിംഗ് ആക്ച്വൽ റിസൾട്ട്സ് വിത്ത് ബഡ്ജറ്റ് ആൻഡ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻസ്. ആക്ച്വൽ റിസൾട്ട്സിനെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുന്ന രീതിയാണ് ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കൺട്രോളിംഗ് ടെക്നിക്. സോ EBIT ആൻഡ് EPS അനാലിസിസ് ആൻഡ് ലിവറേജസ്. സോ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഓർക്കണം? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ചെയ്തിട്ടാണ്. ബിസിനസ് റിസ്ക് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുന്നത് EBIT ഡിവൈഡ് ബൈ ഏർണിങ്സ് ബിഫോർ ടാക്സ്, EBT ചെയ്തിട്ടാണ്. സോ ഇറ്റ് മെഷേഴ്സ് ഫിനാൻഷ്യൽ റിസ്ക്. ബിസിനസ് റിസ്ക് കണ്ടുപിടിച്ചു, ഇത് ഫിനാൻഷ്യൽ റിസ്ക് കണ്ടുപിടിക്കുന്നു. ദെൻ കമ്പൈൻഡ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫിനാൻഷ്യൽ ലിവറേജ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻഡ് ലിവറേജ് ആയി. ഇറ്റ് മെഷേഴ്സ് ടോട്ടൽ റിസ്ക്. EBIT EPS അനാലിസിസ് ഡിറ്റർമിൻസ് ദി ലെവൽ ഓഫ് EBIT വേർ ടു ഫിനാൻഷ്യൽ ഓൾട്ടർനേറ്റീവ്സ് ഈൽഡ് സെയിം EPS. അതായത് ഏർണിങ്സ് പെർ ഷെയർ സെയിം ആയിരിക്കുന്ന രണ്ട് സിറ്റുവേഷൻസ് എടുക്കുന്നു. ഏർണിങ്സ് പെർ ഷെയർ സിമിലർ ആയിട്ട് വരുന്ന രണ്ട് സിറ്റുവേഷനിൽ എത്രയാണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് മനസ്സിലാക്കാനാണ് EBIT EPS അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ബ്രീഫ്ലി ഫോർത്ത് മൊഡ്യൂളിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് പോകുന്നു. കോർപ്പറേറ്റ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് കൺസിഡേഴ്സ് ടൈം വാല്യൂ ഓഫ് മണി. ഇറ്റ് ഡിസ്കൗണ്ട്സ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ടു പ്രസന്റ് വാല്യൂ യൂസിങ് ദി ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്യുന്ന, അതായത് ഡിസ്കൗണ്ട് ചെയ്യുന്ന മെത്തേഡാണ്, ഡിസ്കൗണ്ടിങ് മെത്തേഡാണ്. ഡിസ്കൗണ്ടിങ് മെത്തേഡ് അല്ലാത്ത ഏതൊക്കെയാണ്? പേ ബാക്ക് പീരീഡ് മെത്തേഡും ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണുമാണ് ഡിസ്കൗണ്ടിങ് മെത്തേഡ് അല്ലാത്തത്. ബാക്കിയുള്ള മെത്തേഡുകളെല്ലാം ഡിസ്കൗണ്ടിങ് മെത്തേഡാണ്. ദാറ്റ് മീൻസ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ പ്രസന്റിലേക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനുശേഷമാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡ് കൺസിഡേഴ്സ് ദി ടൈം വാല്യൂ ഓഫ് മണി. ദാറ്റ് ഇസ് ട്രൂ. It discounts future cash flows to prevent to the present value using the ഫേംസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് ആർ റിവേഴ്സിബിൾ ആൻഡ് റുട്ടീൻ ഇൻ നേച്ചർ. ദീസ് ഡിസിഷൻസ് ഇൻവോൾവ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഹാവ് സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻസ് പെട്ടെന്ന് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. സോ ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻറ്റ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല, ഈസി അല്ല. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ,
Systematic risk cannot be eliminated through diversification. It affects the entire market and stems from the macroeconomic factors. രണ്ട് കാര്യങ്ങൾ ശരിയാണ്. എന്തുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ എക്സ്റ്റേണൽ ആണ്. ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് പോലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന, അതായത് നമ്മളുടെ മാക്രോ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട് വരാവുന്ന എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. അത് കാരണം ഉണ്ടാകുന്ന റിസ്ക് ആണ്. അത് നമുക്ക് പലയിടത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന വഴിയോ പല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്യുന്നതുകൊണ്ട് ഒരു രീതിയിലും കുറയ്ക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ ഇറ്റ് കാനോട്ട് ബി എലിമിനേറ്റഡ് ത്രൂ ഡൈവേഴ്സിഫിക്കേഷൻ ശരിയാണ്. അതിനുള്ള റീസൺ എന്താണ്? ഇറ്റ് അഫക്ട് ദി എൻറ്റയർ മാർക്കറ്റ്, നമ്മുടെ എൻറ്റിറ്റിയെ മാത്രമല്ല മാർക്കറ്റിനെ മൊത്തം അഫക്ട് ചെയ്യുന്നു. ആൻഡ് സ്റ്റെംസ് ഫ്രം മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫേം വിത്ത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് മോർ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് മീൻസ് ഹയർ ഫിക്സ്ഡ് കോസ്റ്റ് ഇൻ ദി കോസ്റ്റ് സ്ട്രക്ചർ. വാട്ട് യു തിങ്ക്? ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഹയർ ഫിക്സ്ഡ് കോസ്റ്റ് ആംപ്ലിഫൈ ദി എഫക്റ്റ് ഓഫ് ചേഞ്ചസ് ഇൻ സെയിൽസ് ഇൻ ഓപ്പറേറ്റിംഗ് ഇൻകം. ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ വേരിയേഷൻ വരും. അതുകൊണ്ട് ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ വേരിയേഷൻ വരുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് സെയിൽസ് വോളിയത്തിലുള്ള മാറ്റമാണ് എടുത്ത് കാണിക്കുന്നത്. സോ എ ഫേം വിത്ത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് മോർ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം. സെയിൽസ് വോളിയത്തിലെ മാറ്റം കൂടുതൽ ഫേമിനെ അഫക്റ്റ് ചെയ്യും. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് മീൻസ് ഫിക്സ്ഡ് കോസ്റ്റ്, ഹയർ ഫിക്സ്ഡ് കോസ്റ്റ് ഫോർ ദി കോസ്റ്റ് സ്ട്രക്ചർ. അത് രണ്ടും ശരിയാണെന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ആർബിട്രേജ് ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ഇൻ വെൽ ഫങ്ഷനിങ് ആൻഡ് എഫിഷ്യൻറ്റ് മാർക്കറ്റ്സ്. In efficient market, all securities are fairly priced. എഫിഷ്യൻറ്റ് മാർക്കറ്റ് കൺസെപ്റ്റ് വരുമ്പോൾ ഓർബിട്രേജിനുള്ള ചാൻസ് ഉണ്ടോ? എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എഫിഷ്യൻ്റ് ആണ്, മീൻസ് എല്ലാ കാര്യങ്ങളും ഓൾറെഡി റിഫ്ലക്റ്റ് ചെയ്തു. എന്താണ് ഓർബിട്രേജ്? ഒരു മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞും മറ്റൊരു മാർക്കറ്റിൽ പ്രൈസ് കൂടിയും സെയിം സെക്യൂരിറ്റീസിന് നിൽക്കുവാണ് എങ്കിൽ ഒരിടത്ത് കുറഞ്ഞു നിൽക്കുന്നിടത്ത് മേടിച്ച് കൂടുതൽ ഉള്ളിടത്ത് വിൽക്കാൻ സാധിക്കും. അത്തരം സിറ്റുവേഷനെയാണ് നമ്മൾ ഓർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ ഓർബിട്രേജ് ഓപ്പർച്യൂണിറ്റി എവിടെ ഉണ്ടാവില്ല? എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവില്ല. എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇറ്റ് സെൽഫ് റിഫ്ലക്റ്റ് ഓൾ ദി നെസസറി ഇൻഫർമേഷൻ എന്നുള്ളതാണ്. മാർക്കറ്റിന് എല്ലാം ഇപ്പോൾ പ്രൈസ് എത്രയാണോ അതെല്ലാ കാര്യങ്ങളും എല്ലാ വേരിയേഷനും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. എഫിഷ്യൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് എപ്പോഴും എത്രയായിരിക്കും? മാർക്കറ്റ് ഫോഴ്സസ് അനുസരിച്ച് ആപ്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുക, അവിടെ വേരിയേഷൻ വരില്ല. അതുകൊണ്ട് വേരിയേഷൻ വന്നാലേ ഓർബിട്രേജ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. എഫിഷ്യൻറ്റ് മാർക്കറ്റിൽ ഓർബിട്രേജിനുള്ള ഓപ്പർച്യൂണിറ്റി പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്യപ്പെടും. അതുകൊണ്ട് ആ സെഷൻ ഫോൾസ് ആണ്. റീസൺ ഇസ് ട്രൂ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അപ്രൈസൽ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിലെ ട്രഡീഷണൽ മെത്തേഡ് അല്ലാത്തതെന്ന് വെച്ചിരിക്കുന്നത് പേ ബാക്ക് പീരീഡ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. സോ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ മെത്തേഡ് അല്ല, ബാക്കിയുള്ള എല്ലാം ട്രഡീഷണൽ മെത്തേഡാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ഡിവിഡൻഡ് പോളിസി അണ്ടർ മോഡിഗ്ലാനി ആൻഡ് മില്ലർ തിയറി. ഡിവിഡൻഡ് പോളിസിയുമായി ബന്ധപ്പെട്ട് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിരിക്കുന്നത്, ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ് ഇൻ പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്നുള്ളതാണ് കൺസെപ്റ്റ് പറയുന്നത്. തിയറി ഓഫ് ഇറലവൻസ് അല്ലേ? സോ തിയറി അസെറ്റ്സ് ദാറ്റ് തിയറി അസെറ്റ്സ് ദാറ്റ് ഇൻ എ പെർഫെക്റ്റ് മാർക്കറ്റ് നോ ടാക്സസ് ആൻഡ് ഓർ ട്രാൻസാക്ഷൻ കോസ്റ്റ് ഡിവിഡൻഡ് പോളിസി ഡസ് നോട്ട് അഫക്ട് ദി ഫേംസ് വാല്യൂ. പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ പെർഫെക്റ്റ് മാർക്കറ്റിൽ ടാക്സസ് ഇല്ല, ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്തില്ല? ഡിവിഡൻഡ് പോളിസി ഒരു രീതിയിലും ഫേമിൻ്റെ വാല്യൂവിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഡിവിഡൻഡ് പോളിസി എന്ത് തന്നെയായാലും ഫേമിൻ്റെ വാല്യൂവിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എ കമ്പനീസ് ബീറ്റ കോഎഫിഷ്യന്റ് മെഷേഴ്സ്. ബീറ്റ കോഎഫിഷ്യന്റ് എന്താ പറയുന്നത്? ബീറ്റ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് റിസ്ക് റിലേറ്റിംഗ് ടു മാർക്കറ്റ് ആണ്. സോ ബീറ്റ മെഷേഴ്സ് സ്റ്റോക്ക് സെൻസിറ്റിവിറ്റി ടു ദി മാർക്കറ്റ് മൂവ്മെന്റ്സ്. മാർക്കറ്റിലുള്ള മാറ്റങ്ങൾ എങ്ങനെ നമ്മുടെ സ്റ്റോക്കിനെ അഫക്റ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് സിസ്റ്റമാറ്റിക് റിസ്ക്. അടുത്തത്, ഇൻ ഓപ്ഷൻ പ്രൈസിംഗ് ഇൻട്രിൻസിക് വാല്യൂ ഓഫ് എ കോൾ ഓപ്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ്. ഓപ്ഷൻ പ്രൈസിംഗിൽ ഒരു കോൾ ഓപ്ഷന്റെ ഇൻട്രിൻസിക് വാല്യൂ എന്താണ്? മാർക്കറ്റ് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. അതായത് നമ്മൾ എത്ര പ്രൈസിനാണോ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്നത് ആ സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന പ്രൈസും മാർക്കറ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ്. പോസിറ്റീവ് ആണെങ്കിൽ എന്തുണ്ട്? ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ
സീറോ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഇൻട്രൻസിക് വാല്യൂ ഇല്ല എന്ന് ട്രീറ്റ് ചെയ്യും. ഓക്കെ, ഇൻട്രൻസിക് വാല്യൂ ഇസ് ഈക്വൽ ടു മാക്സ് പ്രൈസ് എന്ന് പറയും ഇൻറ്റു സീറോ. ഇൻട്രൻസിക് വാല്യൂ ഇസ് ദി മാക്സ് പ്രൈസ് ഫോർ എ കോൾ ഓപ്ഷൻ. നമ്മൾ മാക്സിമം കോട്ട് ചെയ്യുന്ന പ്രൈസിനെയാണ് പറയുന്നത് ഇൻട്രൻസിക് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് മാർക്കറ്റ് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ്. മാർക്കറ്റ് പ്രൈസ് മൈനസ് സ്ട്രൈക്ക് പ്രൈസ് സീറോ ആണെങ്കിൽ ദാറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ സീറോ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുള്ളത് ഓർത്താൽ മതി. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഭാഗമായിട്ട് വരാത്തത് ഫിക്സ്ഡ് അസറ്റ്, റൈറ്റ്? ബാക്കിയുള്ളതെല്ലാം വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടാണ്. മീൻസ് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സ്ഡ് അസറ്റ് അതിനകത്ത് വരുന്നില്ല. അപ്പോൾ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ടൈം വാല്യൂ ഓഫ് മണി ആൻഡ് വാല്യുവേഷൻ, ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലേ. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? 1 രൂപ ടുഡേ വെർത്ത് മോർ ദാൻ 1 രൂപ ടുമോറോ. 1 രൂപ ഇന്നത്തെ 1 രൂപയ്ക്ക് നാളത്തെ 1 രൂപയേക്കാൾ മൂല്യമുണ്ട്. ഇന്നത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുവഴി അഡീഷണൽ ഏൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതിനുള്ള റീസൺ. പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് പ്രസന്റ് വാല്യൂ ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1 + r ഓൾ റേസ് ടു n. ഓക്കെ, 1 + r റേസ് ടു n എന്നുള്ളതാണ്. സോ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഇസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 + r ഓൾ റേസ് ടു n. പ്രസന്റ് വാല്യൂ ആണെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡഡ് ബൈ 1 + r റേസ് ടു n ആണ്. എന്നാൽ ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ പ്രസന്റ് വാല്യൂ ഇൻറ്റു 1 + r റേസ് ടു n ചെയ്താൽ മതി. ബോണ്ട് വാല്യുവേഷൻ പ്രസന്റ് വാല്യൂ ഓഫ് കൂപ്പൺ ബോണ്ട്സ് പ്ലസ് പ്രസന്റ് വാല്യൂ ഓഫ് ഫേസ് വാല്യൂ. ഇതാണ് ചെയ്യുന്നത്. പ്രസന്റ് വാല്യൂ കൂപ്പൺ ബോണ്ട്സിന്റെ പ്രസന്റ് വാല്യൂ എടുക്കുന്നു, അതിൻ്റെ ഒപ്പം ഫേസ് വാല്യൂ എത്രയാണോ അതിനെ ഇന്നത്തെ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ചെയ്തിട്ടാണ് ബോണ്ട് വാല്യുവേഷൻ നടത്തുന്നത്. ഷെയർ വാല്യുവേഷൻ ആണെങ്കിൽ പല മെത്തേഡുകൾ ഉപയോഗിക്കും. ഗോൾഡൻ ഗ്രോത്ത് മോഡൽ, ഗ്രോത്ത് ഓരോ വർഷത്തെയും ഗ്രോത്ത് ആഡ് ചെയ്യുന്ന മോഡലാണ് ഗോൾഡൻ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത്. അതേപോലെ DCF മെത്തേഡ് പോലുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിക്കും. അടുത്തത് റിസ്ക് ആൻഡ് റിട്ടേൺ. സിസ്റ്റമാറ്റിക് റിസ്ക് മാർക്കറ്റ് ബേസ്ഡ് റിസ്ക് ആണ്. ലൈക്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ പോലുള്ള മാർക്കറ്റിലുള്ള വേരിയേഷൻ കാരണം നമുക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത റിസ്ക് ആണ് സിസ്റ്റമാറ്റിക് റിസ്ക്. ഫേമിന് അതിനകത്ത് ഡയറക്റ്റ്ലി ഒന്നും തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ബീറ്റ ഉപയോഗിച്ചുകൊണ്ടാണ് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്നത്. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ കമ്പനി സ്പെസിഫിക് ആണ്. സ്ട്രൈക്സ്, ലോ സ്യൂട്ട് പോലുള്ള കാര്യങ്ങൾ. ഇറ്റ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ബൈ ഡൈവേഴ്സിഫിക്കേഷൻ. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അൺസിസ്റ്റമാറ്റിക് റിസ്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ റിസ്ക് സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും ചേരുന്നതാണ്. ദെൻ എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ വേണ്ടി CAPM ഫോർമുല യൂസ് ചെയ്യാം. റിസ്ക് ഫ്രീ റേറ്റ് പ്ലസ് ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റിട്ടേൺ മൈനസ് മാർക്കറ്റ് റിസ്ക് ഫ്രീ റേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റഡ് റിട്ടേൺ കണ്ടുപിടിക്കാൻ പറ്റും. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ്. ഓരോ ടെക്നിക്കും അതിനകത്ത് ഏതിലൊക്കെയാണ് ടൈം വാല്യൂ യൂസ് ചെയ്യുന്നത്. യു ക്യാൻ സി പേ ബാക്ക് പീരീഡ് മെത്തേഡ്, അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിലെല്ലാം നമ്മൾ ടൈം വാല്യൂ ഉപയോഗിക്കുന്നില്ല. ഷോർട്ടർ പേ ബാക്ക് ആണ് എപ്പോഴും നമ്മൾ പേ ബാക്ക് പീരീഡിൽ പ്രിഫർ ചെയ്യുന്നത്. അതായത് എത്ര നാളുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ളതാണ് പേ ബാക്ക് പീരീഡ് പറയുന്നത്. 5 വർഷം ആണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് 2 lakh rupees ആണെന്ന് വിചാരിക്കുക. ആ 2 lakh rupees ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് തിരിച്ചു കിട്ടാൻ എത്ര നാളെടുക്കും എന്നുള്ളതാണ്. 1 വർഷം നമുക്ക് 50,000 രൂപ വെച്ചാൽ കിട്ടുന്നതെങ്കിൽ ഡിവൈഡ് ബൈ 50,000 ചെയ്താൽ നമുക്ക് 4 വർഷം കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് തിരിച്ചിട്ടൊന്നും മനസ്സിലാവില്ല. 2 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 1 വർഷം 50,000 തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 2 lakh ഡിവൈഡ് ബൈ 50,000 യുൽ ഗെറ്റ് 4. അതായത് 4 വർഷമാണ് പേ ബാക്ക് പീരീഡ്. 4 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുക പൂർണ്ണമായിട്ട് നമുക്ക് തിരിച്ചു കിട്ടി കഴിയും. പിന്നുള്ളതെല്ലാം പ്രോഫിറ്റ് ആണ് എന്നാണ് പേ ബാക്ക് പീരീഡ് പറയുന്നത്. ദെൻ അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ. ARR കൂടുതലാണെങ്കിൽ അത് നമ്മൾ പ്രിഫർ ചെയ്യും. അക്കൗണ്ടിങ് റേറ്റ് ഓഫ് റിട്ടേൺ കൂടുതലാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ പ്രോഫിറ്റ് മേക്കിംഗ് ആണെന്ന് പറയാം. ദെൻ നെറ്റ് പ്രസന്റ് വാല്യൂ. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ പ്രസന്റ് വാല്യൂലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. ടൈം വാല്യൂ ഓഫ് മണി അഡ്ജസ്റ്റ് ചെയ്യും. സോ അക്സെപ്റ്റ് ഇഫ് MPV ഈസ് ഗ്രേറ്റർ ദാൻ 0. 0ൽ കൂടുതലാണ് നെറ്റ് പ്രസന്റ് വാല്യൂ എങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും അതേപോലെ തന്നെയാണ് ടൈം വാല്യൂ കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ അക്സെപ്റ്റ് IRR ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനേക്കാളും കൂടുതലാണ് IRR എങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. അക്സെപ്റ്റ് ഈസ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 1. ഡിവിഡൻഡ് പോളിസി ഡിവിഡൻഡ് തിയറീസിനകത്ത് വരുന്നത് വാൾട്ടർ മോഡൽ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ റേറ്റ് മോർ ദാൻ ഓർ ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും
റേറ്റ് ഓഫ് റിട്ടേണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വാൾട്ടർ മോഡൽ ചെയ്യുന്നത്. ദെൻ അതിൻ്റെയൊക്കെ ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കണേ. ദെൻ ഗോർഡൻ മോഡലിലേക്ക് വരുമ്പോൾ ഹയർ റിട്ടൻഷൻ ഇസ് ഈക്വൽ ടു ഹയർ ഗ്രോത്ത്. റിട്ടൻഷൻ കൂടുതലുണ്ടെങ്കിൽ ഹയർ ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. ദെൻ ഹൈപ്പോത്തസിസ്, ഡിവിഡൻഡ് പോളിസി ഈസ് ഇറലവൻറ്റ് ടു പെർഫെക്റ്റ് മാർക്കറ്റ്. പെർഫെക്റ്റ് മാർക്കറ്റ് ആണെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഇറലവൻ്റ് ആണ് എന്നാണ് മോഡിഗ്ലാൻഡ് ആൻഡ് മില്ലർ അപ്രോച്ച് പറയുന്നത്. റെസിഡ്യുവൽ തിയറി, ഡിവിഡൻഡ് ഇസ് ഈക്വൽ ടു ഏണിങ്സ് മൈനസ് റീറ്റെയിൻഡ് പ്രോഫിറ്റ്. ഏണിങ്സിൽ നിന്ന് റീറ്റെയിൻഡ് പ്രോഫിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഡിവിഡൻഡ് ആയി. ഇതാണ് ബേസിക് തിയറി. ഓക്കെ. അടുത്തത് മെർജർ ആൻഡ് അക്വിസിഷൻ. മെർജർ മീൻസ് ടു ഫേംസ് കമ്പൈൻ ഇൻ ടു വൺ. രണ്ട് എൻറ്റിറ്റീസ് ഒരുമിച്ചിട്ട് എ ലിമിറ്റഡും ബി ലിമിറ്റഡും ചേർന്ന് എ ബി ലിമിറ്റഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇതാണ് മെർജർ. അക്വിസിഷൻ, വൺ ഫേം ടേക്സ് ഓവർ അനദർ. എ ലിമിറ്റഡ് ബി ലിമിറ്റഡിനെ ടേക്ക് ഓവർ ചെയ്യുന്നു, എ ലിമിറ്റഡ് ആയിട്ട് മാറുന്നു. ഇതാണ് അക്വിസിഷൻ. ദെൻ ടൈപ്സ് ഓഫ് മെർജർ ഓർ അക്വിസിഷൻ: ഹൊറിസോണ്ടൽ അക്വിസിഷൻ ഓർ വെർട്ടിക്കൽ കോൺഗ്ലോമറേറ്റ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ അതേ ബിസിനസ് ചെയ്ത് മറ്റൊരു എൻറ്റിറ്റിയെ വാങ്ങുവാണെങ്കിൽ അത് ഹൊറിസോണ്ടൽ അക്വിസിഷൻ ആണ്. വെർട്ടിക്കൽ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വാല്യൂ ചെയിനിൽ, സപ്ലൈ ചെയിനിൽ തൊട്ട് മുകളിൽ നിൽക്കുന്നതോ തൊട്ട് താഴെ നിൽക്കുന്നതായിട്ടുള്ള എൻറ്റിറ്റീസിനെ പ്രൊക്യൂർ ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്, വെർട്ടിക്കൽ അക്വിസിഷൻ ആണ്. ലൈക്ക് നമ്മളിപ്പോൾ വി ആർ എ നമ്മൾ ഒരു കാർ മാനുഫാക്ചറാണെന്ന് വിചാരിക്കാം. നമ്മളുടെ കാറിന് വേണ്ട ടയേഴ്സ് നമ്മൾ വാങ്ങുന്നത് ചൈനയിൽ നിന്നാണ്. ആ ടയർ മാനുഫാക്ചറിങ് കമ്പനി നമ്മളിങ്ങ് വാങ്ങിച്ചു കഴിഞ്ഞാലോ അതെന്തായി, വെർട്ടിക്കൽ എഫ് ഡി ഐ. സോ അത് ഐ മീൻ ബാക്ക്വേർഡ് വെർട്ടിക്കൽ എഫ് ഡി എന്ന് പറയും. നമ്മളുടെ ആ സപ്ലൈ ചെയിൻ്റെ, വാല്യൂ ചെയിൻ്റെ തൊട്ട് മുകളിലുള്ള ഓപ്പറേഷനാണ് നമ്മളുടെ സപ്ലയർ. ആ സപ്ലയറെ നമ്മൾ വാങ്ങുന്നു. ഓക്കെ. അതാണ്, അത്തരം ആക്ടിവിറ്റീസിനെയാണ് വെർട്ടിക്കൽ എഫ് ഡി എസ് എന്ന് പറയുന്നത്. ദെൻ കോൺഗ്ലോമറേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റ് എൻറ്റിറ്റീസിന് ടേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ അതിനെ കോൺഗ്ലോമറേറ്റ് എഫ് ഡി എന്ന് പറയും. ഓക്കെ. ദെൻ LBO, ലിവറേജ്ഡ് ബൈ ഔട്ട്. അക്വിസിഷൻ യൂസിങ് എ ഹൈ പ്രപ്പോർഷൻ ഓഫ് ബോറോഡ് ഫണ്ട്. നമ്മളൊരു എൻറ്റിറ്റിയെ വാങ്ങുന്നത് കൂടുതൽ ബോറോഡ് ഫണ്ടിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതിനെ ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയും. ലോൺ എടുത്തിട്ടാണ് വാങ്ങുന്നത്, അല്ലെങ്കിൽ ഫണ്ട് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ മറ്റ് രീതിയിലോ നമ്മൾ ഫണ്ട് അക്യൂർ ചെയ്തിട്ട്, ഡെറ്റ് അക്യൂർ ചെയ്തിട്ടാണ് പർച്ചേസ് നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഈ മെർജർ അല്ലെങ്കിൽ അക്വിസിഷനിലേക്ക് പോകുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, ലിവറേജ്ഡ് ബൈ ഔട്ട് എന്ന് പറയാം. ടേൺ ഓവർ, ഹോസ്റ്റൽ അക്വിസിഷൻ വിത്തൗട്ട് കൺസെന്റ്. ടേക്ക് ഓവർ, നമ്മൾ ആ എൻറ്റിറ്റി അങ്ങ് അവരുടെ കൺസെന്റ് ഇല്ലാതെ മൊത്തമായിട്ട് അങ്ങ് ഏറ്റെടുക്കുകയാണ്. ലൈക്ക് ഷെയർ 50% കൂടുതൽ കൺട്രോളബിൾ ഇൻട്രസ്റ്റ് നേടിയെടുത്തു കഴിഞ്ഞാൽ എൻറ്റിറ്റിയുടെ റൈറ്റ്സ് വാങ്ങുന്ന ആളിലേക്ക് മാറും. സോ അത്തരം സിറ്റുവേഷനെയാണ് ഹോസ്റ്റൽ അക്വിസിഷൻ വിത്തൗട്ട് കൺസെന്റ് എന്ന് പറയുന്നത്. ദെൻ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. റീസ്ട്രക്ചറിങ് സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. വൺ ഈസ് ഡൈവസ്റ്റ്യൂർ. ഡൈവസ്റ്റ്യൂർ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ബിസിനസ്. നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയില്ല, അതേപോലെ പാർട്ട് ഓഫ് ബിസിനസ് വിറ്റിട്ട് എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ളതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ഡൈവസ്റ്റിറ്റ്യൂർ. ദെൻ രണ്ട്, സ്പിൻ ഓഫ്. സ്പിൻ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓൾറെഡി ബിസിനസ് കണ്ടക്ട് ചെയ്തിരുന്ന ഏരിയയിൽ നിന്നും മാറി മറ്റൊരു പുതിയൊരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നു, ദാറ്റ് ഇസ് സ്പിൻ ഓഫ്. ദെൻ ഡീമർജർ, സ്പ്ലിറ്റിംഗ് ഫേം ഇൻ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. നിലവിലുള്ള മെർജറായിട്ടുള്ള എൻറ്റിറ്റീസിനെ രണ്ടാക്കി മാറ്റുന്നു, രണ്ട് എൻറ്റിറ്റി ആയിട്ട് മാറ്റുന്നു, അതാണ് ഡീമെർജർ. ദെൻ വാല്യൂ ക്രിയേഷൻ, അച്ചീവ്ഡ് ത്രൂ സിനർജി, കോസ്റ്റ് സേവിങ്സ് ആൻഡ് ന്യൂ മാർക്കറ്റ് ആക്സസ്. അതായത് നെക്സ്റ്റ് ഈസ് വാല്യൂ ക്രിയേഷൻ. വാല്യൂ ക്രിയേഷൻ കൺസെപ്റ്റ് എന്താണ്? സിനർജി എന്താണ്? സിനർജി എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ദാറ്റ് വി ക്യാൻ ഗെയിൻ ഫ്രം ഇൻ്റഗ്രേഷൻ. നമ്മൾ 1+1 എന്ന് പറയുന്നത് 2 അല്ല 3 ആണെന്ന് പറയുന്ന സിറ്റുവേഷനാണ് സിനർജി. നോർമലി ഉള്ളതിനേക്കാൾ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് കിട്ടും ഒരുമിച്ച് നിൽക്കുമ്പോൾ. അതാണ് വാല്യൂ ക്രിയേഷൻ സംഭവിക്കുന്നത്. സിനർജി സംഭവിക്കുന്നുണ്ട്, കോസ്റ്റ് സേവിങ്സ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, പുതിയ മാർക്കറ്റുകളിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. സോ ഇതൊക്കെ ഈ പറഞ്ഞ മെർജർ, അക്വിസിഷൻ, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് പോലുള്ള പോളിസീസ് വഴി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട തിയറീസ്. വൺ ഈസ് മാർക്കോവിറ്റ്സ് മോഡൽ. മാർക്കോവിറ്റ്സ് മോഡൽ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ റിസ്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയൻസ് ആൻഡ് കോവേരിയൻസ്. ഇദ്ദേഹം പറയുന്നത് പോർട്ട്ഫോളിയോ റിസ്ക് എന്ന് പറയുന്നത് വേരിയൻസിലും കോവേരിയൻസിലും ബേസ് ചെയ്തിട്ടാണ് എന്നാണ് ഈ മോഡൽ പറയുന്നത്. രണ്ടാമത് CAPM. CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ റേറ്റിൻ്റെ ഒപ്പം ബീറ്റ ഇൻറ്റു മാർക്കറ്റ് റേറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇത് ചെയ്തിട്ടാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. സോ RF പ്ലസ്
ബീറ്റ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ്. അടുത്തത് APT, ഓർബിട്രേജ് പ്രൈസിംഗ് തിയറി. മൾട്ടി ഫാക്ടർ മോഡലാണ്. റിട്ടേൺ ഡിപ്പെൻസ് upon സെവറൽ മാക്രോ ഇക്കണോമിക് ഫാക്ടേഴ്സ്. ഇവിടെ ഷെയർ വാല്യൂഷൻ നമ്മൾ നടത്തുമ്പോൾ റിട്ടേൺ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട്, ഓക്കെ, ഒരു ഫാക്ടർ അല്ല, പല ഫാക്ടറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദെൻ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ഓഫറിംഗ് മാക്സിമം റിട്ടേൺ ഫോർ ഗിവൺ റിസ്ക്. നമ്മൾ എടുക്കുന്ന ആ ഒരു ഗീവൺ റിസ്കിലെ ഏറ്റവും മാക്സിമം റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോസിന്റെ കോമ്പിനേഷൻ. ഇപ്പോൾ ഈ ലൈനിന് വരയ്ക്കുമ്പോൾ ആ ലൈനിനകത്ത് കാണുന്ന പോർട്ട്ഫോളിയോസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് എഫിഷ്യൻ്റ് ആയിരിക്കും. അതായത് നമ്മൾക്ക് തരുന്ന മാക്സിമം റിട്ടേൺ, ഗിവൺ റിസ്കിൽ മാക്സിമം റിട്ടേൺ തരുന്ന പോർട്ട്ഫോളിയോസ് ആണ് ഈ ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡെറിവേറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഫോർവേഡ് കോൺട്രാക്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് രണ്ട് ഇൻഡിവിജ്വൽസ് അവരുടെ രീതിയിൽ എൻ്റർ ചെയ്യുന്നതാണ്. ലൈക്ക് ഒബ്ലിഗേഷൻ ടു ബൈ സംതിങ്. ഞാൻ നിങ്ങളുമായിട്ട് എഗ്രിമെന്റ് വെക്കുവാണ്, 3 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡോളർ ഞാൻ 50,000, ഒരു പെർ ഡോളറിന് 100 രൂപ വെച്ച് തന്നുകൊണ്ട് $50,000 വാങ്ങിച്ചുകൊള്ളാം എന്നൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞ് ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണ്? നമ്മൾ തമ്മിൽ കസ്റ്റമൈസ് ചെയ്താണ്. ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് കോൺട്രാക്ട്. നമ്മൾ രണ്ട് എൻറ്റിറ്റീസ് തമ്മിൽ കസ്റ്റമൈസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഓവർ ദി കൗണ്ടർ, മീൻസ് നോട്ട് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അല്ലാതെ ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്റ്റുകളെയാണ് ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒബ്ലിഗേഷൻ ടു ബൈ ഓർ സെൽ അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ദെൻ ഫോർവേഡ് പറഞ്ഞു. ഫ്യൂച്ചർ കോൺട്രാക്ട് എന്താണ്? ജസ്റ്റ് ഓപ്പോസിറ്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻസ്ട്രുമെന്റ്സ് വഴിയാണ് ഇത്തരം ആക്ടിവിറ്റി കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയാം. സ്റ്റാൻഡർഡൈസ്ഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫോർവേഡ് കോൺട്രാക്ട് ആണ്. ഫോർവേഡ് കോൺട്രാക്ട് അത് എന്ത് വരുന്നു? എക്സ്ചേഞ്ച് ട്രേഡഡ് സ്റ്റാൻഡർഡൈസ്ഡ് ആവുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ കോൺട്രാക്ട് ആണ്. ദെൻ ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, റൈറ്റ് ടു ബൈ അറ്റ് എ സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസിൽ വാങ്ങാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ കോൾ ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ, റൈറ്റ് ടു സെൽ അറ്റ് എ സ്ട്രൈക്ക് പ്രൈസ്. ഓപ്ഷൻ പേ ഓഫ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോൾ മാക്സിമം 0 സ്പോട്ട് മൈനസ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷനായി. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ മാക്സ് 0 സ്ട്രൈക്ക് മൈനസ് സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷനായി. ഓക്കെ, ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ കോൾ ഓപ്ഷനും അതേപോലെ പുട്ട് ഓപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. അടുത്തത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. ക്യാഷ് മാനേജ്മെന്റ്, ലിക്വിഡിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും തമ്മിലുള്ള ട്രേഡ് ഓഫ് ആണ് ക്യാഷ് മാനേജ്മെന്റ്. ദാറ്റ് മീൻസ് ലിക്വിഡിറ്റി എത്രമാത്രം ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി അതിൽ നിന്ന് എത്രമാത്രം ഏൺ ചെയ്യുന്നുണ്ട്, അതാണ് ക്യാഷ് മാനേജ്മെന്റ് നമ്മൾ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ഇൻവെന്ററി മാനേജ്മെന്റിനകത്ത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി, റീ ഓർഡർ ലെവൽ, ABC അനാലിസിസ് പോലുള്ള ടെക്നിക്സിനെ നോക്കിയേക്കണം. അടുത്തത് റിസീവബിൾസ് മാനേജ്മെന്റ്, ക്രെഡിറ്റ് പോളിസി, ഏജിംഗ് ഷെഡ്യൂൾ, കളക്ഷൻ എഫേർട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അതായത് നമ്മളുടെ ഡെറ്റ് റിസീവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് റിസീവബിൾസ് മാനേജ്മെന്റിൽ വരുന്നത്. ദെൻ പേയബിൾസ് മാനേജ്മെന്റ്, നമ്മളുടെ പേയ്മെന്റ്സ് നടത്താൻ വേണ്ടി, ഓക്കെ, നമ്മളുടെ പേയ്മെന്റ്സ് നടത്തുന്നത് എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ടാണ്. എഫിഷ്യൻറ്റ് പേയ്മെന്റ് ടേംസ് ടു മെയിൻറ്റെയിൻ ഗുഡ് വിൽ ആൻഡ് ലിക്വിഡിറ്റി. ദെൻ സംതിങ് കോൾഡ് ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ റിസീവബിൾസിനെ തേർഡ് പാർട്ടിക്ക് വിൽക്കുകയാണ്. സെല്ലിംഗ് റിസീവബിൾസ് ടു എ തേർഡ് പാർട്ടി ഫോർ ഇമ്മീഡിയറ്റ് ക്യാഷ്. നമുക്ക് കിട്ടാനുള്ള പൈസ, ആണല്ലോ ഡെറ്റേഴ്സ്, ആ ഡെറ്റേഴ്സിനെ വാങ്ങാനുള്ള അവകാശം നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. അതുവഴി നമ്മൾ ഇമ്മീഡിയറ്റ്ലി, ഡെറ്റേഴ്സ് നമുക്ക് കിട്ടുന്നത് 3 മാസം കഴിഞ്ഞായിരിക്കും അവരുടെ പേയ്മെന്റ് എന്ന് വിചാരിക്കുക. ഇന്ന് നമുക്ക് പൈസ ആവശ്യം വരുമ്പോൾ നമ്മൾ ഫാക്ടർ ചെയ്യുന്നു. ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് നമുക്ക് കിട്ടാനുള്ള തുക വാങ്ങാനുള്ള അവകാശം കൈമാറുന്നു. ദെൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അവിടെ കുറേ കൺസെപ്റ്റുകളുണ്ട്. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, സ്പോട്ട് ട്രാൻസാക്ഷൻ, ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലും കാണാം. ദെൻ ഇന്റർനാഷണൽ റേറ്റ് റിസ്ക്, ട്രാൻസാക്ഷൻ റിസ്ക്, ട്രാൻസ്ലേഷൻ റിസ്ക് ആൻഡ് ഇക്കണോമിക് എക്സ്പോഷർ. അതായത് ഇത്തരം ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു കറൻസി മറ്റൊരു കറൻസിയായിട്ട് മാറ്റുവാണ്. അങ്ങനെ ഒരു കറൻസി മറ്റൊരു കറൻസിയായിട്ട് മാറ്റുന്ന സാഹചര്യങ്ങളിലെല്ലാം എന്തൊക്കെ വരാം? ട്രാൻസാക്ഷൻ റിസ്ക്കും ട്രാൻസ്ലേഷൻ റിസ്ക്കും ഇക്കണോമിക് റിസ്ക്കും വരാം. ട്രാൻസാക്ഷൻ റിസ്ക്, സെക്കൻഡ് പാർട്ടി ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാതെ വരുമോ എന്നുള്ള പേടിയാണ്. ഫോറിൻ പ്ലെയർ ആണ്, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. ഇപ്പോൾ സെക്കൻഡ് പാർട്ടി ആ ഒബ്ലിഗേഷൻ മീറ്റ് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ അത് ട്രാൻസാക്ഷൻ റിസ്ക് ആയി. ട്രാൻസ്ലേഷൻ റിസ്ക്, ഒരു കറൻസി മറ്റൊരു കറൻസിയിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന മൂല്യം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ റിസ്കിൽ വരുന്നത്. ഇക്കണോമിക് എക്സ്പോഷർ, ഇറ്റ്സ് എ ഫോറിൻ കൺട്രി, നമ്മൾ ട്രേഡ് നടത്തുന്ന മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇന്റർനാഷണൽ ഇക്കണോമിക് സിസ്റ്റവും അവരുടെ റൂളുകളും എല്ലാം ഇതിനെ ബാധിക്കും. അതെല്ലാം ഇക്കണോമിക് എക്സ്പോഷറിന്റെ ഭാഗമാണ്. ഇക്കണോമിക് റിസ്ക് എന്നും പറയാം. ദെൻ ഇൻസ്ട്രുമെന്റ്സ്, ഹെഡ്ജിങ്,
നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട്, കറൻസി ഫ്യൂച്ചർ, ഓപ്ഷൻസ് പോലുള്ള ഹെഡ്ജിങ് ടൂൾസ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉപയോഗിക്കാറുണ്ട്. ദെൻ മൾട്ടിനാഷണൽ ഫിനാൻസ്, മാനേജിങ് ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ്, കറൻസി റിസ്ക്, റിപ്പാട്രിയേഷൻ ഫ്രം ഓഫ് പ്രോഫിറ്റ് തുടങ്ങിയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് മൾട്ടിനാഷണൽ ഫിനാൻസിലേക്ക് വരുമ്പോൾ ആസ് വി സെഡ് രണ്ട് ഡിഫറെൻറ്റ് രാജ്യങ്ങളിലാണ് ട്രേഡ് നടക്കുന്നത്. അപ്പോൾ എന്തുണ്ടാകും, ക്രോസ് ബോർഡർ ഇൻവെസ്റ്റ്മെന്റ്സ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റിസ്ക് ഉണ്ടാകാം. കറൻസി വാല്യൂവിലുള്ള വേരിയേഷൻ നമ്മളെ അഫക്റ്റ് ചെയ്യാം. പ്രോഫിറ്റ് റിപ്പാട്രിയേറ്റ് ചെയ്യുക, അവിടുന്ന് പ്രോഫിറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ്മെന്റ് പോവുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇന്നുണ്ടാവും ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം. ഇതെല്ലാം ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ജസ്റ്റ് എന്തൊക്കെയാണ് അവിടെ നോക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ന് കണ്ടു. നമ്മൾ ആറാമത്തെ യൂണിറ്റിലേക്ക് പോകുന്നു, സ്ട്രാറ്റജി മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ്. സി, SWOT analysis helps in identifying internal and external factors affecting the organization. ഓർഗനൈസേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി SWOT അനാലിസിസ് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ആർ ഇന്റേണൽ, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ആർ എക്സ്റ്റേണൽ. ശരിയല്ലേ? SWOT അനാലിസിസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും വിച്ച് ഇസ് ഇന്റേണൽ ടു ദി ഓർഗനൈസേഷൻ. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ദീസ് ആർ എക്സ്റ്റേണൽ ടു ദി ഓർഗനൈസേഷൻ. അപ്പോൾ എന്തു പറയാം, പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയാം. റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ആ സെഷൻ പോർട്ടേഴ്സ് 5 ഫോഴ്സസ് ഹെൽപ്പ് ഇൻ അനലൈസിംഗ് ഇന്റേണൽ കേപ്പബിലിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദി 5 ഫോഴ്സസ് മോഡൽ ഈസ് ഡിസൈൻ ടു അസസ് മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് കോമ്പറ്റീഷൻ. വാട്ട് യു തിങ്ക്? ഇന്റേണൽ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയല്ല 5 ഫോഴ്സസ് മോഡൽ ഉപയോഗിക്കുന്നത്, മാർക്കറ്റിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മാർക്കറ്റിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, മാർക്കറ്റിന്റെ കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനാണ് 5 ഫോഴ്സസ് മോഡൽ ഉപയോഗിക്കുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അസെഷൻ പറയുന്നത് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹെൽപ്സ് മാർക്കറ്റേഴ്സ് ഡിസൈൻ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് സ്റ്റേജ്. ഡിഫറെന്റ് PLC സ്റ്റേജസ് റിക്വയർ ഡിഫറെന്റ് പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ്. ശരിയല്ലേ? പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിലെ ഓരോ സ്റ്റേജുകൾ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ചെയ്യുന്നത് പോലെയല്ല ഗ്രോത്തിന് വേണ്ടത്, ഗ്രോത്ത് ചെയ്യുന്ന പോലെയല്ല മെച്യൂരിറ്റി, മെച്യൂരിറ്റി ചെയ്യുന്ന പോലെയല്ല ഡിക്ലൈൻ. ഈ 3 സ്റ്റേജുകളിലും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത് 3 രീതിയിലായിരിക്കണം. അതുകൊണ്ട് എന്ത് പറയാം, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹെൽപ്സ് മാർക്കറ്റേഴ്സ് ഡിസൈൻ അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജീസ് ഫോർ ഈച്ച് സ്റ്റേജ്. ദാറ്റ് ഈസ് റൈറ്റ്. എന്തുകൊണ്ടാണ്? ഡിഫറെന്റ് PLC സ്റ്റേജസ് റിക്വയർ ഡിഫറെന്റ് പ്രൈസിംഗ്, പ്രൊമോഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ്. അപ്പോൾ ബോത്ത് അസെഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ, കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ഹൗ ടു കോമ്പീറ്റ് ഇൻ എ സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഡീൽസ് വിത്ത് റിസോഴ്സ് അലോക്കേഷൻ എമംഗ് വേരിയസ് SBUs. SBUs എന്താ? സബ്സിഡറി കമ്പനീസ് പോലെ അല്ലേ? തൊട്ട് താഴെ വരുന്ന യൂണിറ്റുകളെയാണ് നമ്മൾ SBUs എന്ന് പറയുന്നത്. ഓക്കെ. സെമി ഓട്ടോണമസ് ഡിവിഷൻ ഓഫ് എ ലാർജ് ഓർഗനൈസേഷൻ, സ്ട്രാറ്റജി ബിസിനസ് യൂണിറ്റ് എന്ന് പറയും. ഒരു ബിസിനസിന്റെ കീഴിൽ വരുന്ന സെമി ഓട്ടോണമസ് ആയിട്ടുള്ള യൂണിറ്റുകളെല്ലാം SBUs നമുക്ക് വിളിക്കാം. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താണ്? കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഫോക്കസ് ഓൺ ഹൗ ടു കോമ്പീറ്റ് ഇൻ സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ് എന്നുള്ളതല്ല. കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്താണ്? ഓവറോൾ പോർട്ട്ഫോളിയോ ആണ്. ഒരു ബിസിനസിന്റെ ഓവറോൾ പോർട്ട്ഫോളിയോയുമായി ബന്ധപ്പെട്ടാണ്, ഓവറോൾ വർക്കിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്റ്റേണൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോർപ്പറേറ്റ് സ്ട്രാറ്റജിയിൽ വരുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഹൗ ടു കോമ്പീറ്റ് ഇൻ എ സ്പെസിഫിക് ബിസിനസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ബിസിനസ് സ്ട്രാറ്റജി. കോർപ്പറേറ്റ് സ്ട്രാറ്റജി അഡ്രസ് ഓവറോൾ പോർട്ട്ഫോളിയോ ഡിസിഷൻ, നോട്ട് റിഗാർഡിംഗ് എ സ്പെസിഫിക് യൂണിറ്റ്. കോർപ്പറേറ്റ് സ്ട്രാറ്റജി ഡീൽസ് വിത്ത് റിസോഴ്സ് അലോക്കേഷൻ എമംഗ് വേരിയസ് SBUs. ദാറ്റ് ഈസ് റൈറ്റ്. ഓരോ SBUമായി ബന്ധപ്പെട്ട, സ്ട്രാറ്റജി ബിസിനസ് യൂണിറ്റുമായി ബന്ധപ്പെട്ട ഓരോന്നുമായി ബന്ധപ്പെട്ട റിസോഴ്സ് അലോക്കേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അടുത്തത് അസെഷൻ പറയുന്നത് McKinsey 7S മോഡൽ ഫോക്കസ് ഓൺലി ഓൺ സ്ട്രക്ചർ ആൻഡ് സിസ്റ്റം. ഇറ്റ് എക്സ്ക്ലൂസ് സോഫ്റ്റ് എലമെന്റ് ലൈക്ക് ഷെയ്ഡ് വാല്യൂ ആൻഡ് ലീഡർഷിപ്പ് സ്റ്റൈൽ. രണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിനകത്ത് എന്തുണ്ട്? സ്ട്രക്ചറും സിസ്റ്റവും വരുന്നുണ്ട്. സോഫ്റ്റ് എലമെന്റ്, ഹാർഡ് എലമെന്റ് എന്നുള്ള രീതിയിലാണ് 7Sനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഹാർഡ് എലമെന്റ്സ് വരും, സോഫ്റ്റ് എലമെന്റ്സും വരും. അതുകൊണ്ട് ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. ദി 7X മോഡൽ ഇൻക്ലൂഡ്സ് ബോത്ത് ഹാർഡ് എലമെന്റ്സ്, സ്ട്രക്ചർ, സ്ട്രാറ്റജി ആൻഡ് സിസ്റ്റം. ഇത് 3 ഹാർഡ് എലമെന്റ്സ് ആണ്. അതേപോലെ സോഫ്റ്റ് എലമെന്റ്സ് ആയിട്ടുള്ള സ്റ്റൈൽസ്, സ്റ്റാഫ്, സ്കിൽസ് ആൻഡ് ഷെയ്ഡ് വാല്യൂസ്, ഇതെല്ലാം ചേരുന്നതാണ്
7S model. Which of the following is not a corporate level strategy? കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി അല്ലാത്തതാണെന്ന് വെച്ചിരിക്കുന്നത് ഗ്രോത്ത് സ്ട്രാറ്റജി, സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി, കോസ്റ്റ് ലീഡർഷിപ്പ്, റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ലെവൽ സ്ട്രാറ്റജിയാണ്. ദാറ്റ് ഇസ് നോട്ട് എ കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി. അടുത്തത്, ഇൻ BCG മെട്രിക്സ് എ യൂണിറ്റ് വിത്ത് ഹൈ മാർക്കറ്റ് ഷെയർ ആൻഡ് ലോ മാർക്കറ്റ് ഗ്രോത്ത് ഈസ് കോൾഡ്. മാർക്കറ്റ് ഷെയർ വളരെ ഹൈ ആണ്, എന്നാൽ ഗ്രോത്ത് വളരെ കുറവാണ്. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഗ്രോത്തിനുള്ള ഓപ്പർച്യൂണിറ്റി കുറവാണെങ്കിൽ ക്യാഷ് കവ് ആണ്. അതിൽ നിന്ന് മാക്സിമം ഏൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി അവിടെ കുറവാണ്. റൈറ്റ്. ക്യാഷ് കവ് ജനറേറ്റ് കൺസിസ്റ്റന്റ് ക്യാഷ് ഫ്ലോ ബട്ട് ഹാവ് ലിമിറ്റഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്യാഷ് കൗസ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സെഗ്മെന്റേഷൻ ബേസസ് ഈസ് നോട്ട് ടിപ്പിക്കലി യൂസ്ഡ് ഇൻ കൺസ്യൂമർ മാർക്കറ്റ്? കൺസ്യൂമർ മാർക്കറ്റിൽ സാധാരണ യൂസ് ചെയ്യാത്ത സെഗ്മെന്റേഷൻ ബേസ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത് ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയറൽ, ഓപ്പറേഷണൽ. ഓപ്പറേഷണൽ ഓപ്പറേഷണൽ സെഗ്മെന്റേഷൻ ഇൻഡസ്ട്രീസിലും B2B മാർക്കറ്റിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ള ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക് ആൻഡ് ബിഹേവിയർ സെഗ്മെന്റേഷനാണ് നമ്മൾ കോമൺലി കൺസ്യൂമർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നത്. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ? IMCയുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് വെച്ചിരിക്കുന്നത് IMC എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വരാം. അഡ്വർടൈസ്മെന്റ്സ് ഉണ്ട്, PR ഉണ്ട്, പേഴ്സണൽ റിലേഷൻസ്, അതേപോലെ സെയിൽസ് പ്രൊമോഷൻ, പേഴ്സണൽ സെല്ലിംഗ് പോലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. ഇതിനെയാണ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അൻസോഫ് മെട്രിക്സ് ഈസ് യൂസ്ഡ് ടു. അൻസോഫിന്റെ മാട്രിക്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? എക്സ്പ്ലോർ മാർക്കറ്റ് പ്രൊഡക്റ്റ് ഗ്രോത്ത് സ്ട്രാറ്റജീസ്. അൻസോഫ് മെട്രിക്സ് എക്സ്പ്ലോർസ് മാർക്കറ്റ് പെനട്രേഷൻ, പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. ഇത്രയും എലമെന്റുകളാണ് അതിനകത്ത് വരുന്നത്. ഒന്ന് മാർക്കറ്റ് പെനട്രേഷൻ, എത്രമാത്രം മാർക്കറ്റ് നമ്മൾ റീച്ച് ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജ്, ദെൻ മാർക്കറ്റ് ഡെവലപ്മെന്റ് ലെവലുകൾ എത്രമാത്രമാണ്, അതേപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷൻ എത്രമാത്രമുണ്ട്. ഇത്രയും കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അൻസോഫ് മെട്രിക്സ് പറയുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, മാർക്കറ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഗ്രോത്ത് സ്ട്രാറ്റജീസിനെ പറ്റിയാണ് ഈ ഒരു മോഡൽ പറയുന്നതെന്ന് പറയാം. ഇപ്പോൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് കൺസെപ്റ്റുകളിലേക്ക് വരുമ്പോൾ, ഇറ്റ് ഈസ് ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഫോർമുലേറ്റിംഗ്, ഇംപ്ലിമെന്റിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ക്രോസ് ഫങ്ഷണൽ ഡിസിഷൻസ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ് ലെവലാണ്. സോ ടോപ്പ് ലെവലിൽ വരുന്ന കോർപ്പറേറ്റ് ബിസിനസ് ആൻഡ് ഫങ്ഷണൽ ഡിസിഷൻസ് എടുക്കുന്ന ആ ഒരു രീതി, ആ ഒരു ആർട്ട് അല്ലെങ്കിൽ ആ ഒരു സയൻസിനെയാണ് നമ്മൾ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് സ്ട്രാറ്റജി ഉണ്ട്. കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി, ബിസിനസ് ലെവൽ സ്ട്രാറ്റജി ആൻഡ് ഫങ്ഷണൽ ലെവൽ സ്ട്രാറ്റജി. സ്ട്രാറ്റജിക് ഡിസിഷനകത്ത് ഓരോന്നിനും ടൈപ്സ് ഉണ്ട്. ഗ്രോത്ത് സ്ട്രാറ്റജി, സ്റ്റെബിലിറ്റി, റിട്രെഞ്ച്മെന്റ് ആൻഡ് കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്നുള്ള രീതിയിലും ക്ലാസിഫൈ ചെയ്യാം. ദെൻ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറഞ്ഞാൽ വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയ ഓർഗനൈസേഷന്റെ ബേസിക് ഗോളുകളെ ചേർത്തിട്ടാണ് നമ്മൾ സ്ട്രാറ്റജിക് ഇന്റന്റ് എന്ന് പറയുന്നത്. വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ ഫ്യൂച്ചറിൽ കാണുവാണ്. അതായത് ഓർഗനൈസേഷൻ എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു അതാണ് വിഷൻ. എങ്ങനെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു അതിനെയാണ് മിഷൻ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദി എൻഡ്സ്. ഓരോ ഓർഗനൈസേഷൻ ആക്ടിവിറ്റിയും ടാർഗറ്റ് ചെയ്യുന്ന എൻഡുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രാറ്റജീസിലേക്ക് വരുമ്പോൾ, ഗ്രോത്ത് സ്ട്രാറ്റജി, ഇപ്പോൾ ഉള്ള നിലയിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി. ഇപ്പോൾ ഉള്ള നിലയിൽ തന്നെ തുടരാനുള്ള സ്ട്രാറ്റജി ആണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് പറയും. ഇതേ പ്രോഫിറ്റ് തന്നെ നേടിയെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ സ്റ്റെബിലിറ്റി സ്ട്രാറ്റജി. റീട്രെഞ്ച്മെന്റോ, നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു പിടിക്കാനുള്ള സ്ട്രാറ്റജിയാണ് റീട്രെഞ്ച്മെന്റ് സ്ട്രാറ്റജി. പിന്നുള്ള എന്താ? കോമ്പിനേഷൻ സ്ട്രാറ്റജി. ഓക്കെ, കോമ്പിനേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദീസ് തിങ്സ്. 1 second.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ കൺസെപ്റ്റുകളെ പറ്റി പറഞ്ഞു, സ്ട്രാറ്റജിക് ഡിസിഷൻസിനെ പറ്റി പറഞ്ഞു. പിന്നെ വരുന്നത് സ്ട്രാറ്റജിക് അനാലിസിസിന്റെ ടൂൾസ് ആണ്. ഡിഫറെന്റ് ടൂൾസ്. വൺ ഈസ് പെസ്റ്റ് അനാലിസിസ്. പെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, പെസ്റ്റിൽ എന്നൊക്കെ പറയും. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് അനാലിസിസ് ആണ് പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, ടെക്നോളജിക്കൽ തുടങ്ങിയിട്ടുള്ള എല്ലാ എൻവയോൺമെന്റിനെ പറ്റി മനസ്സിലാക്കുന്നു. ദെൻ സോട്ട് അനാലിസിസ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. അവിടെ നമ്മൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെഡ്സ് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ഐഡന്റിഫൈ ചെയ്യുകയാണ്, തുടങ്ങിയ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ദെൻ പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇൻഡസ്ട്രിയൽ കോമ്പറ്റീറ്റീവ്നെസ് അളക്കുന്നു, ബയേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സപ്ലയർ, സബ്സ്റ്റിറ്റ്യൂട്ട്, ന്യൂ എൻട്രന്റ്, റൈവൽറി. ഓക്കെ, ബാർഗെയിനിങ് പവർ ഓഫ് ബയ്യർ, ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയർ. ദെൻ അതേപോലെ തന്നെ ത്രെട്ട് ഓഫ് ന്യൂ എൻട്രൻസ്, ത്രെട്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, കോമ്പറ്റീറ്റീവ്, റൈവൽറി തുടങ്ങിയിട്ടുള്ള ഓരോ എലമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയുടെ കോമ്പറ്റീറ്റീവ്നെസ് എത്രമാത്രമാണ്, ഇൻഡസ്ട്രിയിൽ എത്രമാത്രം നമുക്ക് എൻട്രിക്കുള്ള ചാൻസ് ഉണ്ടോ, പിടിച്ചു നിൽക്കാനുള്ള ചാൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അടുത്തത് BCG മെട്രിക്, വാല്യൂ ചെയിൻ അനാലിസിസ്. വാല്യൂ ചെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആൻഡ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്, അതിന്റെ പ്രോസസ് ആണ്. ഇന്റേണൽ പ്രോസസ്സിന്റെ അനാലിസിസ് ആണ്. ഓർഗനൈസേഷനകത്തെ വാല്യൂ ചെയിൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ദെൻ കംസ് BCG മെട്രിക്സ്. ബിസിനസ് പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഷെയർ ആൻഡ് മാർക്കറ്റ് ഗ്രോത്ത്. രണ്ട് ലെവലുകളായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, മാർക്കറ്റ് ഷെയറും മാർക്കറ്റ് ഗ്രോത്തും. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് BCG മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ GE മെട്രിക്സ് ഇസ് ദർ. GE മെട്രിക്സിനകത്ത് ബിസിനസ് സ്ട്രെങ്ത്തും ഇൻഡസ്ട്രി അട്രാക്റ്റീവ്നെസ്സുമാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ദെൻ അൻസോഫിന്റെ മെട്രിക്സ് എടുക്കുമ്പോൾ അൻസോഫ് മെട്രിക്സിനകത്ത് പ്രോഡക്റ്റ് മാർക്കറ്റ് ഗ്രോത്ത് ആണ് ബേസിക് എലമെന്റ്. പെനട്രേഷൻ, ഡെവലപ്മെന്റ്, ഡൈവേഴ്സിഫിക്കേഷൻ പോലുള്ള കൺസെപ്റ്റുകൾ എടുത്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ സ്ട്രാറ്റജി ഫോർമുലേഷൻ ആൻഡ് ടൈപ്സ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു. വൺ ഈസ് കോർപ്പറേറ്റ് സ്ട്രാറ്റജി. കോർപ്പറേറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വിച്ച് ബിസിനസ് ടു ബി ഇൻ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട ബേസിക് കൺസെപ്റ്റുകളാണ്, ബേസിക് സ്ട്രാറ്റജിയാണ്. ഡൈവേഴ്സിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ പോലുള്ള സ്ട്രാറ്റജീസ് ഒക്കെ കോർപ്പറേറ്റ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. ദെൻ ബിസിനസ് സ്ട്രാറ്റജി, ഹൗ ടു കോമ്പീറ്റ് ഇൻ മാർക്കറ്റ്, മാർക്കറ്റിൽ എങ്ങനെ നിലനിൽക്കണം, പോർട്ടറുടെ കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻഷിയേഷൻ, ഫോക്കസ് പോലുള്ള സ്ട്രാറ്റജീസ് ബിസിനസ് സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കോസ്റ്റ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കോസ്റ്റ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് കൊടുക്കുന്ന കമ്പനി, അപ്പോൾ അവർ ഡിറ്റർമിൻ ചെയ്യും. ദെൻ ഡിഫറൻസിയേഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റ് പ്രൊഡക്റ്റുകളിൽ നിന്ന് യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തുന്നു. ഫോക്കസ് സ്ട്രാറ്റജി, ഒരു ചെറിയ റീജിയൻ ഫോക്കസ് ചെയ്തിട്ട് കോസ്റ്റ് ലീഡർഷിപ്പും അതിൻ്റെ ഡിഫറൻഷിയേഷനും കൊണ്ടുവരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫോക്കസ് സ്ട്രാറ്റജി എന്ന് പറയും. അതേപോലെ ഫങ്ഷണൽ സ്ട്രാറ്റജി ഡിപ്പാർട്ട്മെന്റൽ സ്ട്രാറ്റജീസ് ആണ്. ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, HR സ്ട്രാറ്റജി, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ലെവൽസിനെയാണ് ഫങ്ഷണൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പിന്നെ ജനറിക് സ്ട്രാറ്റജീസ് ഉണ്ട്. പോർട്ടറുടെ ജനറിക് സ്ട്രാറ്റജി, അത് മൂന്നെണ്ണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോസ്റ്റ് ലീഡർഷിപ്പ്, ഡിഫറൻസിയേഷൻ ആൻഡ് ഫോക്കസ്. ഞാൻ ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോൾ മക്കൻസി 7S എന്തൊക്കെ വരുന്നുണ്ട്, സ്ട്രാറ്റജി, സ്ട്രക്ചർ, സിസ്റ്റം, സ്റ്റൈൽ, സ്റ്റാഫ്, സ്കിൽ ആൻഡ് ഷെയ്ഡ് വാല്യൂസ്. അതായത് സോഫ്റ്റ് എലമെന്റുകളും അതേപോലെ തന്നെ എന്തുണ്ട്, മാറാൻ പറ്റാത്ത കോർ എലമെന്റ്സും വരും. ഓക്കെ, ഈ എലമെന്റുകളെല്ലാം കൃത്യമായിട്ട് നോക്കുക. ദെൻ ചേഞ്ച് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ കേർട്ട്ലെവിന്റെ മോഡൽ, ലൈക്ക് അൺഫ്രീസ്, ചേഞ്ച് ആൻഡ് റീഫ്രീസ്. ആദ്യം ആ മോഡലിനെ നിലവിലുള്ള ഓർഗനൈസേഷൻ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞാണ്. എന്ത് ചെയ്യുന്നു, ആദ്യം അൺഫ്രീസ് ചെയ്യുന്നു, എക്സിസ്റ്റിംഗ് മോഡലിനെ അൺഫ്രീസ് ചെയ്യുന്നു. അതിനുശേഷം ചേഞ്ച് അതിനകത്ത് കൊണ്ടുവരുന്നു. ചേഞ്ച് അതിനകത്ത് കൊണ്ടുവന്നിട്ട് ചേഞ്ച് ചെയ്തിരിക്കുന്ന മോഡലിനെ റീഫ്രീസ് ചെയ്യുന്നു. ഇതാണ് ചേഞ്ച് മാനേജ്മെന്റ് സ്ട്രക്ചർ. ദെൻ സ്ട്രാറ്റജിക് കൺട്രോൾ, മോണിറ്ററിംഗ് എക്സിക്യൂഷൻ, premise implementation, സ്പെഷ്യൽ അലർട്ട് ആൻഡ് സ്ട്രാറ്റജിക് സർവെയിലൻസ്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ എങ്ങനെ പുതിയ സ്ട്രാറ്റജി എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലാക്കാനാണ് സ്ട്രാറ്റജി കൺട്രോൾ കൊണ്ടുവരുന്നത്. സോ ഇംപ്ലിമെന്റേഷൻ ക്രോസ് ചെക്ക് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ നോക്കുന്നു, ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ റെക്ടിഫിക്കേഷൻസ് കൊണ്ടുവരുന്നു. ദെൻ അടുത്ത ഏരിയ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗിന്റെ ബേസിക് കൺസെപ്റ്റും ഓറിയന്റേഷൻസും ഒക്കെ. പ്രോഡക്റ്റ് ഓറിയന്റേഷൻ, ഫോക്കസ് ഓൺ എഫിഷ്യൻസി ആൻഡ് വോളിയം. പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ, മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. വൺ ഈസ് പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ. ഇവിടെ നമ്മൾ മാക്സിമം പ്രൊഡക്ഷൻ നടത്തുന്നു, ബാക്കിയുള്ളതെല്ലാം എന്താണ്, പിന്നീടാണ്. ആദ്യം പ്രൊഡക്ഷൻ കൂട്ടുന്നതനുസരിച്ച് നമ്മൾ അഡ്വാൻറ്റേജ് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് പ്രൊഡക്ഷൻ ഓറിയന്റേഷൻ. ഇവിടെ എഫിഷ്യൻസിയും വോളിയവുമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ബാക്കി ഒരു കൺസെപ്റ്റും മാർക്കറ്റിംഗിൽ നോക്കുന്നില്ല. പ്രോഡക്റ്റ് ഓറിയന്റേഷൻ, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയും ഇന്നോവേഷനുമാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സെല്ലിംഗ് ഓറിയന്റേഷൻ, മാക്സിമം പ്രമോഷൻ കൊടുക്കുന്നു, അതുവഴി കസ്റ്റമേഴ്സിനെ കൊണ്ട് ആ പ്രൊഡക്റ്റ് അവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. ദെൻ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ, കസ്റ്റമർ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അത് സാറ്റിസ്ഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതാണ് മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ.
ദെൻ സൊസൈറ്റൽ മാർക്കറ്റിംഗ് ബാലൻസസ് കൺസ്യൂമർ വാണ്ട്സ്, കമ്പനി ഗോൾസ് ആൻഡ് സോഷ്യൽ വെൽഫെയർ. ഈ പറഞ്ഞ മാർക്കറ്റിംഗ് ഓറിയന്റേഷൻ എല്ലാം ഉണ്ട്. അതേസമയം എന്തുകൂടി വരും? സോഷ്യൽ വെൽഫെയറും കൂടി വരുവാണെങ്കിൽ അതിനെയാണ് സൊസൈറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ STP, സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് ദി മാർക്കറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് സെഗ്മെന്റ്സ് ലൈക്ക് ഡെമോഗ്രാഫിക്, സൈക്കോഗ്രാഫിക്, ബിഹേവിയറൽ ആൻഡ് ജിയോഗ്രഫിക്. നമുക്ക് വേണ്ട ആ ഒരു സെഗ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് മാർക്കറ്റിനെ ഹോമോജീനിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ഗ്രൂപ്പ് ആക്കുന്നു. അങ്ങനെ ഗ്രൂപ്പ് ആക്കുമ്പോൾ നമ്മൾ ഏത് ഗ്രൂപ്പിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് തീരുമാനിക്കാൻ സാധിക്കും. ദിസ് ഈസ് കോൾഡ് സെഗ്മെന്റേഷൻ. നമുക്ക് വേണ്ട ഒരു ഏജ് ഗ്രൂപ്പ് ആണെങ്കിൽ ഏജ് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട 20 to 25 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. അവരുടെ മുമ്പിൽ നമ്മുടെ പ്രൊഡക്റ്റുകളെ എത്തിക്കുന്നു. ടാർഗറ്റിംഗ്. ടാർഗറ്റിംഗ് എന്ന് പറയാൻ സെലക്ടിങ് എ സെഗ്മെന്റ്. ഞാൻ ഈ പറഞ്ഞതുപോലെ 20-25 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്നു. അവരെങ്ങനെയായിരിക്കും? ദേ വിൽ ബി അൺഡിഫറൻഷിയേറ്റഡ്, മീൻസ് ഡിഫറൻഷിയേറ്റഡ് അല്ലാത്ത സെഗ്മെന്റ് ആകാം, അതേപോലെ ഡിഫറൻഷിയേറ്റഡ് ആയ സെഗ്മെന്റ് ആകാം, നിഷ് ആകാം, മൈക്രോ മാർക്കറ്റിംഗ് ആകാം. ദാറ്റ് മീൻസ് ആ ഒരു റീജിയനെ നമ്മൾ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ള ആ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ അവരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ടാർഗറ്റിംഗ്. ദെൻ പൊസിഷനിങ്. പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ഇൻ ദി മൈൻഡ്സ് ഓഫ് ദി കൺസ്യൂമർ. കൺസ്യൂമറുടെ മനസ്സിൽ നമ്മളുടെ ബ്രാൻഡിന്റെ ഇമേജ് എത്തിക്കുകയാണ്. നമ്മളുടെ യുണിക് സെല്ലിംഗ് പൊസിഷൻ, USP എന്ന് പറയും. യുണിക് സെല്ലിംഗ് പൊസിഷൻ കാണിച്ചിട്ട് നമ്മളുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ഇമേജ് എത്തിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് പൊസിഷനിങ് എന്ന് പറയുന്നത്. സോ സെഗ്മെന്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്, ദിസ് ഇസ് STP ഇൻ മാർക്കറ്റിംഗ്. അടുത്തത് പ്രൊഡക്റ്റ് മാനേജ്മെന്റ്. പ്രൊഡക്റ്റ് മാനേജ്മെന്റിനകത്ത് പ്രൊഡക്റ്റ് മിക്സ്. പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ലൈൻസ് ഏതൊക്കെയുണ്ട്, ആ പ്രൊഡക്റ്റ് ലൈൻസിന്റെ കോമ്പിനേഷനെയാണ് പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അതായത് വിഡ്ത്ത്, ലെങ്ത്, ഡെപ്ത്, കൺസിസ്റ്റൻസി, ഇവയെല്ലാം ചേരുന്നതാണ് പ്രൊഡക്റ്റ് മിക്സ്. ദെൻ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ഡിഫറെൻറ്റ് സ്റ്റേജസ്, ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി ആൻഡ് ഡിക്ലൈൻ, ഈ സ്റ്റേജുകളിലൂടെയാണ് പോകുന്നത്. പിന്നുള്ളത് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളാണ്. പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജുകൾ. ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐഡിയ ജനറേഷൻ, ദെൻ ഐഡിയയുടെ സ്ക്രീനിങ്, ആ ബിസിനസ് അനാലിസിസ് കണ്ടിട്ട് ചെയ്യുന്നു, ഇതിന് എത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ദെൻ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ഡെവലപ്പ് ചെയ്തതിനു ശേഷം പ്രൊഡക്റ്റിനെ ടെസ്റ്റ് ചെയ്യുന്നു, ടെസ്റ്റ് ചെയ്തിട്ട് ഫൈനൽ ലോഞ്ച് ചെയ്യുന്നു. ഇതാണ് ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ്. നെക്സ്റ്റ് കംസ് ബ്രാൻഡിങ്. ബ്രാൻഡിങ്ങിനകത്ത് ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡ് എക്സ്റ്റൻഷൻ പോലുള്ള കോൺസെപ്റ്റുകൾ നോക്കുക. പ്രൈസിങ് ഡിസിഷൻസ്. പ്രൈസിങ് ഡിസിഷൻസ് പല രീതിയിലുള്ള പ്രൈസിംഗ് ഉണ്ട്. അതിൽ കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്, കോസ്റ്റിന്റെ ഒപ്പം പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടുള്ള പ്രൈസിംഗ് ആണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്. എത്ര കോസ്റ്റ് വന്നു ഈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ? 100 രൂപ വന്നു വിചാരിക്കാം. നമുക്ക് വേണ്ട പ്രോഫിറ്റ് 20 രൂപയാണെങ്കിൽ കോസ്റ്റ് പ്ലസ് 20, 120 രൂപയായിരിക്കും പ്രൈസ്. ഇതിനെയാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദെൻ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ്, ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ എത്രമാത്രമാണ് കസ്റ്റമർ വാല്യൂ കൊടുക്കുന്നത്. സോ ബേസ്ഡ് ഓൺ പെർസീവ്ഡ് വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ്. കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെ പ്രൈസ് ചെയ്തു അതിൽ നിന്നും 1 രൂപ 2 രൂപ കുറച്ചിട്ട് ഫിക്സ് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ്. ഇനി സ്കിമ്മിങ് പ്രൈസിംഗ്. സ്കിമ്മിങ് പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഹയർ പ്രൈസിൽ ലോഞ്ച് ചെയ്യുന്നു. ഇപ്പോൾ ഐഫോൺസ് ഒക്കെ ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു ഹയർ പ്രൈസിൽ ലോഞ്ച് ചെയ്യും, എന്നിട്ട് പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു, പ്രൈസ് കുറച്ചു കൊണ്ടുവരുന്നു. ഇതിനെയാണ് സ്കിമ്മിങ് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് പെനട്രേഷൻ പ്രൈസിങ്. പെനട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ലോവർ പ്രൈസിൽ ലോഞ്ച് ചെയ്യുന്നു മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം പതുക്കെ മാർക്കറ്റ് ഷെയർ കിട്ടി കഴിയുമ്പോൾ പ്രൈസ് കൂട്ടുന്ന രീതിയാണ് പെനട്രേഷൻ പ്രൈസിംഗിൽ വരുന്നത്. ദെൻ പ്ലേസ് ആൻഡ് ചാനൽ. സോ മാർക്കറ്റിംഗ് ചാനൽസിലേക്ക് വരുമ്പോൾ മാർക്കറ്റിംഗ് ചാനൽ എന്ന് പറഞ്ഞാൽ ദി പാത്ത് ഫ്രം പ്രൊഡ്യൂസർ ടു കൺസ്യൂമർ. പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്നും കൺസ്യൂമറുടെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എങ്ങനെ എത്തുന്നു, ആ ഒരു പാത്താണ്. അതായത് അതിനുള്ള ഇന്റർമീഡിയറ്റ്സ് എല്ലാം ചേരുന്നതാണ് ഒരു മാർക്കറ്റിംഗ് ചാനൽ. VMS, വെർട്ടിക്കൽ മാർക്കറ്റിംഗ് ഇൻ്റഗ്രേഷൻ, യൂണിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ, കോർപ്പറേറ്റ് കോൺട്രാക്ച്വൽ അഡ്മിനിസ്ട്രേറ്റർ. അതായത് നമ്മുടെ ആ വെർട്ടിക്കൽ ലൈൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ്. നമ്മളുടെ സപ്ലയർ, നമ്മളുടെ മേ ബി ഹോൾസെയിലർ, റീറ്റെയിലർ, ആ ഒരു ചെയിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് VMS എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ചാനൽ ഡിസൈൻ. പല രീതിയിലുള്ള ചാനൽ ഡിസൈൻ ഉണ്ടാവും. ഇൻറ്റൻസീവ്, സെലക്റ്റീവ്, എക്സ്ക്ലൂസീവ്. അതായത് നമ്മളുടെ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന രീതികളാണ് ഇൻറ്റൻസീവ് ചാനൽ ഡിസൈനും സെലക്റ്റീവും, അതേപോലെ എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ. എക്സ്ക്ലൂസീവ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് വേണ്ടി മാത്രമുള്ള ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മാത്രമായിരിക്കും ആ ചാനലിലൂടെ കസ്റ്റമറിലേക്ക് എത്തുന്നത്. സെലക്റ്റീവ് ആണെങ്കിൽ എന്താണ്, നമ്മൾ ഐഡന്റിഫൈ ചെയ്യും ഇതുവഴിയിലൂടെ പോകണം, ഇതായിരിക്കണം നമ്മളുടെ റീറ്റെയിലർ, ഇതായിരിക്കണം നമ്മുടെ ഹോൾസെയിലർ. ഇൻറ്റൻസീവ് ആണെങ്കിൽ നമ്മൾ മാക്സിമം മാർക്കറ്റിൽ എത്തിക്കാനാണ് നോക്കുന്നത്. അതാണ് ഇൻറ്റൻസീവ് ഡിസ്ട്രിബ്യൂഷൻ.
ലോജിസ്റ്റിക്സ് മീൻസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലൈക്ക് ഇൻവെന്ററി മാനേജ്മെന്റ്, വെയർ ഹൗസിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, ഓർഡർ പ്രോസസ്സിംഗ് പോലുള്ള ആക്ടിവിറ്റീസ് എല്ലാം ലോജിസ്റ്റിക്സിന്റെ ഭാഗമാണ്. പ്രൊമോഷൻ ആൻഡ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. സോ അഡ്വർടൈസിങ് എന്താണ്? പെയ്ഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ് അഡ്വർടൈസിങ്, ലൈക്ക് ടെലിവിഷൻ, പ്രിന്റ്, ഡിജിറ്റൽ. സെയിൽസ് പ്രൊമോഷൻ ഷോർട്ട് ടൈം ഇൻസെൻറ്റീവ്സ് നേടാൻ വേണ്ടിയാണ് സെയിൽസ് പ്രൊമോഷൻ നടത്തുന്നത്, ലൈക്ക് ഡിസ്കൗണ്ട്സ് കൊടുക്കുക, കൂപ്പൺസ് കൊടുക്കുക. അതുവഴി കുറച്ച് നാളുകൾക്ക് നമുക്ക് മാക്സിമം സെയിൽസ് കിട്ടണം. അതിനുവേണ്ടിയാണ് സെയിൽസ് പ്രൊമോഷൻ നടത്തുന്നത്. ദെൻ പേഴ്സണൽ സെല്ലിംഗ്, ഫേസ് ടു ഫേസ് സെല്ലിംഗ് ഇൻട്രാക്ഷൻ ആണ് പേഴ്സണൽ സെല്ലിംഗിൽ വരുന്നത്. ദെൻ പബ്ലിക് റിലേഷൻ, ഇമേജ് ബിൽഡിംഗ്, മീഡിയ എക്സ്പോഷർ ഒക്കെയാണ്. അതായത് നമ്മളുടെ വാട്ട് സേ ഒരു പെയ്ഡ് അല്ലാതെ നമ്മളുടെ ഇമേജ് ബിൽഡ് ചെയ്യുക, സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോഷൻസ് കിട്ടുക, അതൊക്കെ എന്താണ്? പബ്ലിക് റിലേഷൻ എക്സാമ്പിളാണ്. ദെൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ വഴി SMS, കാറ്റലോഗ്സ്, ടെലി മാർക്കറ്റിംഗ് ഒക്കെ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എക്സാമ്പിളാണ്. ദെൻ IMC സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ, കോൺസ്റ്റന്റ് മെസ്സേജിങ് അക്രോസ് ഓൾ ചാനൽസ്. എല്ലാ ചാനൽസിലൂടെയും കൺസ്യൂമറിലേക്ക് എത്തുന്ന രീതിയാണ് IMC എന്ന് പറയുന്നത്, ഇൻ്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. സോ 6 ടോപ്പിക് കഴിഞ്ഞു. 7ാമത്തെ യൂണിറ്റ് ഏരിയ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് മാർക്കറ്റിംഗ് ആപ്ലിക്കേഷൻ. ഫസ്റ്റ് സെഷൻ പറയുന്നത് കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ സൈക്കോളജിക്കൽ, സോഷ്യൽ ആൻഡ് പേഴ്സണൽ ഫാക്ടേഴ്സ്. ഓൾ കൺസ്യൂമേഴ്സ് ഫോളോ എ യൂണിഫോം ആൻഡ് റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ഇപ്പോൾ പറയുന്ന സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമുക്ക് ആദ്യം അറിയാം. സോ അസഷൻ ഇസ് ട്രൂ. കൺസ്യൂമർ ബൈയിങ് ബിഹേവിയർ എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സിനെയും സോഷ്യൽ ഫാക്ടേഴ്സിനെയും പേഴ്സണൽ ഫാക്ടേഴ്സിനെ അഫക്റ്റ് ചെയ്തിരിക്കും. ദെൻ കൺസ്യൂമേഴ്സ് എല്ലാം ഒരു യൂണിഫോം റാഷണൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ഫോളോ ചെയ്യുന്നു പറയുന്നത് തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രാൻഡ് ഇക്വിറ്റി ക്യാൻ ലീഡ് ടു പ്രൈസ് പ്രീമിയംസ് ആൻഡ് കസ്റ്റമർ ലോയൽറ്റി. എ ബ്രാൻഡ് പെർസീവ്ഡ് വാല്യൂ ഡയറക്ട്ലി ഇമ്പാക്ട്സ് ഇറ്റ്സ് മാർക്കറ്റ് പൊസിഷൻ. സോ 2 സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത് പ്രൈസ് പ്രീമിയംസും കസ്റ്റമർ ലോയൽറ്റിയും ഒക്കെ നേടാൻ വേണ്ടി സഹായിക്കും. അതേസമയം ബ്രാൻഡ് പെർസീവ്ഡ് വാല്യൂ ഡയറക്ട്ലി ഇമ്പാക്ട്സ് മാർക്കറ്റ് പൊസിഷനിങ്. എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നമ്മളുടെ ബ്രാൻഡിനെ വാല്യൂ ചെയ്യുന്നത്, ഇത് പൊസിഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഇൻ B2B മാർക്കറ്റിംഗ് ഇമോഷണൽ ഫാക്ടേഴ്സ് ക്യാൻ ഡോമിനേറ്റ് പർച്ചേസ് ഡിസിഷൻ. ഇൻഡസ്ട്രിയൽ ബൈയിങ് ഈസ് മോർ ഫോർമൽ, കോംപ്ലക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്. സോ B2B മാർക്കറ്റിങ്ങിൽ എന്താണ്? ബിസിനസ് ടു ബിസിനസ് ആണ്. അവിടെ ഇമോഷണൽ ഫാക്ടേഴ്സിന് വലിയ പ്രാധാന്യമില്ല. ഓക്കെ, അപ്പോൾ ബിസിനസ് ടു ബിസിനസ് ബൈയിങ്ങിൽ, ഇൻഡസ്ട്രിയൽ ബൈയിങ്ങിൽ പെർഫോമൻസ്, കോസ്റ്റ് ആൻഡ് ഫങ്ഷണാലിറ്റിയാണ് പ്ലേ ചെയ്യുന്നത്, അല്ലാതെ ഇമോഷണൽ ഫാക്ടേഴ്സ് അല്ല. ഇൻഡസ്ട്രിയൽ ബൈയിങ് ഈസ് മോർ ഫോർമൽ, കോംപ്ലക്സ് ആൻഡ് ഒബ്ജക്റ്റീവ്. കൺസ്യൂമർ ബൈയിങ് പോലെയല്ല, ഇത് കൂടുതൽ ഫോർമൽ ആണ്, കോംപ്ലക്സ് ആണ്, അതേപോലെ ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് ആണ്. അടുത്തത്, സർവീസ് മാർക്കറ്റിംഗ് റിക്വയർസ് എ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ഫ്രം പ്രോഡക്റ്റ് മാർക്കറ്റിംഗ്. പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് പോലെയല്ല സർവീസ് മാർക്കറ്റിംഗിൽ ഡിഫറെൻറ്റ് സ്ട്രാറ്റജി ആവശ്യമാണ്. സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, ഇൻസെപ്പറബിൾ ആൻഡ് വേരിയബിൾ ആൻഡ് പെരിഷബിൾ. സർവീസസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? മറ്റ് പ്രോഡക്റ്റ് മാർക്കറ്റിംഗ് പോലെയല്ല, ഇൻടാഞ്ചിബിൾ ആണ്, ഇൻസെപ്പറബിൾ ആണ്, വേരിയബിൾ ആണ്. ഓക്കെ, 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അടുത്തത്, പേഴ്സണൽ സെല്ലിംഗ് ഈസ് മോർ എഫക്റ്റീവ് ഇൻ ഹൈ ഇൻവോൾവ്മെന്റ് പർച്ചേസസ്. It provides customized two-way communication between buyer and seller. സോ 2 സ്റ്റേറ്റ്മെന്റും ഇവിടെയും ശരിയാണ്. In Howard-Said model of consumer behavior, which of the following is not a component? Howard-Said മോഡലിൽ കോമ്പോണന്റ് അല്ലാത്തതാണ് ഇൻപുട്ട് വേരിയബിൾ, പെർപെച്വൽ ആൻഡ് ലേണിംഗ് കൺസ്ട്രക്ട്സ്, ബിഹേവിയറൽ ഇന്റൻഷൻ. ഇത് 3ഉം അതിന്റെ കോമ്പോണന്റ് ആണ്. കോമ്പോണന്റ് അല്ലാത്തത് കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി ആണ്. ദാറ്റ് ഇസ് നോട്ട് എ കോമ്പോണന്റ് ഓഫ് Howard-Said മോഡൽ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്ട്രാറ്റജീസ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ബ്രാൻഡ് എക്സ്റ്റൻഷൻ. ബ്രാൻഡ് എക്സ്റ്റൻഷനിൽ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഏതാണെന്ന് വെച്ചിരിക്കുന്നത്, യൂസിങ് ആൻ എക്സിസ്റ്റിംഗ് ബ്രാൻഡ് നെയിം ടു ലോഞ്ച് എ ന്യൂ പ്രോഡക്റ്റ് ഇൻ എ റിലേറ്റഡ് കാറ്റഗറി. ഓൾറെഡി ഉള്ള ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ആ ബ്രാൻഡ് നെയിം നമ്മൾ യൂസ് ചെയ്യുന്നു. ലൈക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡോവ് ഷാംപൂ. ഡോവ് സോപ്പ് സക്സസ്ഫുൾ ആയി സോറി ഡോവിന്റെ സോപ്പ് സക്സസ്ഫുൾ ആയപ്പോൾ അതേ ബ്രാൻഡ് നെയിം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? ഡോവിന്റെ ഷാംപൂ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്രൈവർ ഓഫ് സപ്ലൈ ചെയിൻ പെർഫോമൻസ്. സപ്ലൈ ചെയിൻ പെർഫോമൻസിന്റെ ഡ്രൈവർ അല്ലാത്തതാണെന്ന് വെച്ചിരിക്കുന്നത്, ഫെസിലിറ്റീസ്, ഇൻവെന്ററി, ഇൻഫർമേഷൻ, ഇതെല്ലാം സപ്ലൈ ചെയിൻ പെർഫോമൻസിന്റെ ഡ്രൈവറാണ്. ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറയുന്നത്
ഒരു സപ്ലൈ ചെയിൻ ഡ്രൈവർ അല്ല. വാട്ട് ഈസ് ദി പ്രൈമറി ഗോൾ ഓഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാർക്കറ്റിംഗ്? CRMന്റെ പ്രൈമറി ഗോൾ എന്താണെന്ന് വെച്ചിരിക്കുന്നത്? മാക്സിമൈസിങ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി, അക്യൂറിംഗ് ന്യൂ സപ്ലൈസ്, ക്രിയേറ്റിംഗ് ലോങ് ടൈം പ്രോഫിറ്റബിൾ കസ്റ്റമർ റിലേഷൻഷിപ്പ്. റൈറ്റ് ആൻസർ ഈസ് ക്രിയേറ്റിംഗ് ലോങ് ടൈം പ്രോഫിറ്റബിൾ കസ്റ്റമർ റിലേഷൻഷിപ്പ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫോം ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഫോം ആയിട്ടുള്ള ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ എക്സാമ്പിൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഓൺ ഇൻസ്റ്റാഗ്രാം. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴിയുള്ളത് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ കൺസ്യൂമർ ബിഹേവിയറുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളിലേക്ക് വരുമ്പോൾ കൺസ്യൂമർ ബിഹേവിയർ എന്താണ്? സ്റ്റഡി ഓഫ് ഹൗ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ് മേക്ക് ഡിസിഷൻ ടു ബൈ പ്രോഡക്ട്സ് ഓർ സർവീസസ്. പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയുള്ള ഡിസിഷൻസ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആകാം, സോഷ്യൽ ഫാക്ടേഴ്സ് ആകാം, പേഴ്സണൽ ഫാക്ടേഴ്സ് ആകാം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിഹേവിയർ: കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ, ഡിസണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ, ഹാബിച്വൽ ബിഹേവിയർ, വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ. കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമ്മൾ കാണുന്ന എല്ലാം വാങ്ങും, അങ്ങനെ ഒരു ബിഹേവിയർ പാറ്റേൺ ആണെങ്കിൽ കോംപ്ലക്സ് ബൈയിങ് ബിഹേവിയർ. ഡിസോണൻസ് സീക്കിംഗ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വെൻ വി ഹാവ് കൺഫ്യൂഷൻ. ഡിസോണൻസ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ഡിസോണൻസ് ആണ്, അതായത് ഇത് വേണോ അത് വേണോ എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യത്തെയാണ് ഡിസോണൻസ് എന്ന് പറയുന്നത്. ഡിസോണൻസിലേക്ക് വരുമ്പോൾ കൺസോണൻസിലേക്ക് പോകാനുള്ള ശ്രമം എല്ലാവരും നടത്തും. അപ്പോൾ അത് ഒഴിവാക്കാൻ കൺസോണൻസിലേക്ക് പോകാനുള്ള ബൈയിങ് ബിഹേവിയർ, ഇത്തരം ഡിസിഷൻസിനെയാണ് ഡിസോണൻസ് റെഡ്യൂസിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. ദെൻ ഹാബിച്വൽ ബൈയിങ് ബിഹേവിയർ, നമ്മൾ റെഗുലർലി ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഹാബിച്വൽ ആണ്. വെറൈറ്റി സീക്കിംഗ്, ഇതുവരെ നമ്മൾ വാങ്ങിച്ചതല്ലാതെ മറ്റൊന്ന് വാങ്ങുന്ന രീതിയാണ് വെറൈറ്റി സീക്കിംഗ് ബിഹേവിയർ. സ്റ്റേജസ് ഇൻ ബൈയിങ് പ്രോസസ്: ഫസ്റ്റ് സ്റ്റേജ് നീഡ് റെക്കഗ്നിഷൻ, ഇൻഫർമേഷൻ സെർച്ച്, ഇവാലുവേഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ്, ദെൻ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഏതാണോ അത് പർച്ചേസ് ഡിസിഷനിലേക്ക് പോകും. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻ. ദീസ് ആർ ദി സ്റ്റേജസ് ഇൻ ബൈയിങ് പ്രോസസ്. തിയറീസ് ആൻഡ് മോഡൽസ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. അതിൽ ഒന്നാമത്തെ മോഡലാണ് ഹവാർഡ് സേത്ത് മോഡൽ. കൺസ്യൂമർ ബിഹേവിയർ ഈസ് എ ലേൺഡ് സിസ്റ്റം. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു ലേൺഡ് സിസ്റ്റം ആയിട്ടാണ് ഹവാർഡ് സേത്ത് മോഡൽ പറയുന്നത്. നെക്സ്റ്റ് ഈസ് നിക്കോസിയ മോഡൽ. എംഫസൈസസ് ഫെയിം കൺസ്യൂമർ ഇൻട്രാക്ഷൻ ഇൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ. ഫെയിമും കൺസ്യൂമറും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എന്തുണ്ടാകുന്നത്? ബൈയിങ് ബിഹേവിയർ ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും. ദെൻ എഞ്ചൽ ബ്ലാക്ക്വെൽ കൊളാറ്റ് മോഡൽ, ഡിസിഷൻ മേക്കിംഗ് മോഡൽ ഇൻഫ്ലുവൻസിങ് ഫീഡ്ബാക്ക് ലൂപ്പ്. ഫീഡ്ബാക്ക് ലൂപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇൻക്ലൂഡിങ് ഫീഡ്ബാക്ക് ലൂപ്പ്, അതായത് ഇതിനകത്തൊരു ഫീഡ്ബാക്കിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫീഡ്ബാക്ക് വീണ്ടും പുതിയ പർച്ചേസിലേക്ക് നയിക്കും എന്നാണ് എങ്കൽ ബ്ലാക്ക്വെൽ കോളറ്റ് മോഡൽ പറയുന്നത്. അടുത്തത് ഫ്യൂഡിയൻ തിയറി. ഫ്രൂഡിയൻ തിയറി പറയുന്നത് ബൈയിങ് ബിഹേവിയർ ഈസ് ഡ്രൈവൺ ബൈ അൺകോൺഷ്യസ് മോട്ടീവ്സ്. നമ്മൾ അറിയാത്ത നമ്മളുടെ ചില ഇന്റേണൽ മോട്ടീവ്സ് ആണ് ബൈയിങ് ബിഹേവിയറിലേക്ക് നയിക്കുന്നതെന്നാണ് ഫ്രൂഡിയൻ തിയറി പറയുന്നത്. ദെൻ മാസ്ലോസ് ഹൈറാർക്കി, കൺസ്യൂമർ നീഡ്സ് ഫ്രം സൈക്കോളജിക്കൽ സെൽഫ് ആക്ച്വലൈസേഷൻ. 5 ലെവലിലുള്ള നീഡുകളുണ്ട്, ഈ നീഡാണ് നമ്മളെ ബൈയിങ് ബിഹേവിയറിലേക്ക് നയിക്കുന്നതെന്ന് മാസ്ലോ പറയുന്നു. സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് തിയറീസ്. ദെൻ ഇൻഡസ്ട്രിയൽ ബൈ ബിഹേവിയറിലേക്ക് വരുമ്പോൾ ബയർ ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഗവൺമെൻറ്റോ ആണ്. അവരുടെ നേച്ചർ ഓഫ് പർച്ചേസ് either റാഷണൽ, ഫോർമൽ ഓർ ലാർജ് സ്കെയിൽ ആയിരിക്കും. അതായത് ഇമോഷണൽ കൺസെപ്റ്റുകൾക്കൊന്നും ഇവിടെ വലിയ പ്രാധാന്യമില്ല. സോ ഡിസിഷൻ പ്രോസസ് ഇൻവോൾവ്സ് ബൈയിങ് സെൻറ്റേഴ്സ്, യൂസേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, ഡിസൈഡേഴ്സ്, ഗേറ്റ് കീപ്പേഴ്സ് ആൻഡ് ബയേഴ്സ്. അതായത് ഇതിൽ പല എലമെൻറ്റുകളുണ്ട്. അത് ആരാണോ ഉപയോഗിക്കുന്നത് അവരായിരിക്കും ചിലപ്പോൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ആരാണോ ഇൻഫ്ലുവൻസേഴ്സ് അവരായിരിക്കും വാങ്ങുക. ഡിസൈഡേഴ്സ് വേറെ ഉണ്ടാകും, ഓർഗനൈസേഷനകത്ത് ബൈയിങ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഡിസൈഡ് ചെയ്യുന്നവരുണ്ടാകാം. ഗേറ്റ് കീപ്പേഴ്സ് ഉണ്ടാകാം, ലൈക്ക് ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നവർ. അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട് ഓർഗനൈസേഷനകത്ത്. അപ്പോൾ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത് അവരിലൂടെ ആയിരിക്കും ബൈയിങ് ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ ബ്രാൻഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് കൺസെപ്റ്റുകൾ. വൺ ഈസ് ബ്രാൻഡ് ഇക്വിറ്റി, ദി വാല്യൂ ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമർ പെർസെപ്ഷൻ ഓർ ലോയൽറ്റി. ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ കൺസ്യൂമറുടെ വ്യൂ പോയിന്റ്, കൺസ്യൂമറുടെ പെർസെപ്ഷൻ വഴിയും ലോയൽറ്റി വഴിയും എത്രമാത്രം വാല്യൂ ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതിനെയാണ് ബ്രാൻഡ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ദെൻ ബ്രാൻഡ് ലോയൽറ്റി, കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് ഫോർ എ ബ്രാൻഡ്. ബ്രാൻഡിൻ്റെ കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ്, അതായത് വീണ്ടും 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 അതേ ബ്രാൻഡിനെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബ്രാൻഡ് ലോയൽറ്റിയാണ്. Then brand extension, using existing brand name for a new product in a related category. അതായത് നമ്മൾ ഡോവിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബ്രാൻഡ് നെയിം തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ബ്രാൻഡ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ബ്രാൻഡ് പൊസിഷനിങ്, ക്രിയേറ്റിംഗ് എ ഡിസ്റ്റിൻറ്റ് ഇമേജ്, ഒരു ഐഡൻറ്റിറ്റി ഇൻ ദി മൈൻഡ് ഓഫ് കസ്റ്റമർ.
കൺസ്യൂമറുടെ മനസ്സിൽ നമ്മളുടെ ബ്രാൻഡിൻ്റെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ബ്രാൻഡ് പൊസിഷനിങ്. ബ്രാൻഡ് ഇക്വിറ്റി മോഡൽസ്, പല മോഡലുകളുണ്ട്. എക്കർ മോഡൽ, കെല്ലേഴ്സ്, CBBE പിരമിഡ് പോലുള്ള പല മോഡലുകളുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ചെയ്യുക കേട്ടോ. അടുത്തത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, SCM. SCM എന്താണ്? മാനേജിങ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇൻഫർമേഷൻ ആൻഡ് ഫിനാൻസ് അക്രോസ് വാല്യൂ ചെയിൻ. വാല്യൂ ചെയിനകത്ത് ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റും ഇൻഫർമേഷൻ്റെ മൂവ്മെൻറ്റും ഫിനാൻസിൻ്റെ മൂവ്മെൻറ്റും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്യുന്നതിനെയാണ്, ആ ഒരു ഫ്ലോയെ മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഡ്രൈവേഴ്സ്, ഫെസിലിറ്റീസ് ഉണ്ട്. ഇൻവെൻട്രി, ട്രാൻസ്പോർട്ടേഷൻ, ഇൻഫർമേഷൻ, സോഴ്സിങ്, പ്രൈസിങ് തുടങ്ങിയിട്ടുള്ള ഓരോ എലമെൻറ്റും SCMൻ്റെ ഡ്രൈവേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. വാല്യൂ ചെയിൻ, വാല്യൂ ക്രിയേഷൻ, കോസ്റ്റ് മിനിമൈസ് ചെയ്തും അതേപോലെ സർവീസസിൻ്റെ ലെവൽ ഇംപ്രൂവ് ചെയ്തിട്ടും വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു. സപ്ലൈ ചെയിൻ ഡിസൈൻ, എഫിഷ്യൻറ്റ് വേഴ്സസ് റെസ്പോൺസീവ് ഡിസൈൻ. പല രീതിയിലുള്ള ചെയിനുകളുണ്ട്. എഫിഷ്യൻറ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ആപ്റ്റായിട്ട് നമ്മൾ വീണ്ടും 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 യൂസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴികൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എഫിഷ്യൻറ്റ് ചെയിനാണ്. റെസ്പോൺസീവ് ചെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിയാക്ഷനാണ്. സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ റെസ്പോൺസീവായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചെയിൻസിനെയാണ് റെസ്പോൺസീവ് ചെയിൻസ് എന്ന് പറയുന്നത്. ദെൻ സർവീസ് മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റീസിലേക്ക് വരുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻടാഞ്ചിബിലിറ്റി, സർവീസിനെ നമുക്ക് ടച്ച് ചെയ്യാനോ സ്റ്റോർ ചെയ്യാനോ സാധിക്കില്ല. ഇൻസെപ്പറബിലിറ്റി, സ്പോണ്ടേനിയസ് ആണ്. എവിടെയാണോ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ വെച്ച് തന്നെ കൺസ്യൂം ചെയ്യുന്നു. ഇപ്പോൾ ഡോക്ടറുടെ സേവനം, ഡോക്ടർ പറയുന്നു, ഡോക്ടർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ സെപ്പറബിൾ ആണ്. സർവീസും സർവീസ് പ്രൊവൈഡറിനെ നമുക്ക് തരംതിരിക്കാൻ പറ്റില്ല, രണ്ടും ഒരുമിച്ചാണ് ഫ്ലോ ചെയ്യുന്നത്. പെരിഷബിലിറ്റി, cannot be stored, നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഇൻവെൻട്രി ആക്കാൻ പറ്റില്ല. വേരിയബിലിറ്റി, സർവീസ് ക്വാളിറ്റി ഡിപ്പെൻഡ്സ് upon പ്രൊവൈഡർ ആൻഡ് കോണ്ടെക്സ്റ്റ്. പ്രൊവൈഡറും കോണ്ടെക്സ്റ്റും മാറുമ്പോൾ സർവീസിൻ്റെ ക്വാളിറ്റിയിലും മാറ്റം ഉണ്ടാവും. 7 P's ഓഫ് സർവീസ്: പ്രോഡക്റ്റ്, പ്രൈസ്, പ്ലേസ്, പ്രൊമോഷൻ, പീപ്പിൾ, പ്രോസസ്, ഫിസിക്കൽ എവിഡൻസ്. ദീസ് ആർ ദി 7 P's ഓഫ് സർവീസ്. Then CRM, Customer Relationship Management, Strategic Approach to Build Long-Term Profitable Customer Relationship. CRM എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അപ്രോച്ച്, നമ്മൾ കസ്റ്റമറെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നു, ആ ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പാണ് നമ്മൾ CRM എന്ന് പറയുന്നത്. CRMൻ്റെ പ്രോസസ്: അക്വിസിഷൻ, റിറ്റൻഷൻ ആൻഡ് എൻഹാൻസ്മെൻറ്റ്. കസ്റ്റമറെ അക്വയർ ചെയ്യുന്നു, അവരെ റീറ്റെയിൻ ചെയ്യുന്നു, പുതിയ ബൈ ഡിസിഷൻസിലേക്ക് അവരെ കൊണ്ടുവരുന്നു, അതാണ് എൻഹാൻസ്മെൻറ്റ്. CRMന് ഉപയോഗിക്കുന്ന ടൂൾ ഇമെയിൽ മാർക്കറ്റിംഗ്, കസ്റ്റമർ ഡേറ്റാബേസസ്, ലോയൽറ്റി പ്രോഗ്രാംസ് ഒക്കെ എക്സാമ്പിളാണ്. വാല്യൂസ് ഡിറൈവ്ഡ്, ലൈഫ് ടൈം വാല്യൂ, റിറ്റൻഷൻ, സാറ്റിസ്ഫാക്ഷൻ തുടങ്ങിയ വാല്യൂസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ റീറ്റെയിൽ മാർക്കറ്റിംഗിലേക്ക് വരുമ്പോൾ റീറ്റെയിൽ മാർക്കറ്റിംഗിൻ്റെ ടൈപ്സ് ഓഫ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്: ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ്, സൂപ്പർ മാർക്കറ്റ്, കൺവീനിയൻസ് സ്റ്റോർ, ഓൺലൈൻ റീറ്റെയിൽ. ഇതൊന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കണം. ദെൻ റീറ്റെയിലിംഗ് ബ്രാൻഡ് ട്രെൻഡ്സ്, ഓംനി ചാനൽ റീറ്റെയിലിംഗ്, ഓർഗനൈസ്ഡ് റീറ്റെയിൽ, അതേപോലെ എക്സ്പീരിയൻഷ്യൽ റീറ്റെയിലിംഗ്. ഓംനി ചാനൽ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ, ഒറ്റ ചാനലിലൂടെയുള്ള റീറ്റെയിലിംഗ്, ഒറ്റ ബിസിനസ്സിന് ഒരു ഔട്ട്ലെറ്റ് മാത്രം, അങ്ങനെ ചെയ്യുന്നതാണ് ഓംനി ചാനൽ. അതേപോലെ തന്നെ ദർ ഇസ് ഓർഗനൈസ്ഡ് റീറ്റെയിൽ സ്റ്റോഴ്സ്. അതേപോലെ എക്സ്പീരിയൻഷ്യൽ, കസ്റ്റമേഴ്സിൻ്റെ എക്സ്പീരിയൻസ്, അവർക്ക് ഒരു ബ്രാൻഡിൽ വരുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് തന്നെ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അത് പ്രൊഡക്റ്റിനെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാവുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ്, അതാണ് എക്സ്പീരിയൻഷ്യൽ മാർക്കറ്റിംഗ്. ദെൻ സ്ട്രാറ്റജീസ്: ലൊക്കേഷൻ, മെർക്കൻഡൈസിങ്, സ്റ്റോർ ഡിസൈൻ, കസ്റ്റമർ സർവീസസ്. ഇതിലൊക്കെ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് റീറ്റെയിൽ മാർക്കറ്റിംഗ് കുറെ കൂടി എന്താ പറയുക, കുറെ കൂടി എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ സാധിക്കും. ഈ മാർക്കറ്റിങ്ങിലെ എമർജിംഗ് ട്രെൻഡ്സ് എടുക്കുകയാണെങ്കിൽ ഈ മാർക്കറ്റിംഗ്, ബൈയിങ് ഓർ സെല്ലിംഗ് ത്രൂ ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, അതേപോലെ SEM, അതേപോലെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, കണ്ടന്റ് മാർക്കറ്റിംഗ്, ഇമെയിൽ, ഇതെല്ലാം ഡിജിറ്റലി പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസിന് മാർക്കറ്റിംഗിന് എക്സാമ്പിളാണ്. ദെൻ ഡയറക്റ്റ് മാർക്കറ്റിംഗ്, 1-to-1, ഫോണിലൂടെയോ ഇമെയിലൂടെയോ ഇൻ്റർനെറ്റിലൂടെയോ നമ്മുടെ കസ്റ്റമറെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഗ്രീൻ മാർക്കറ്റിംഗ്, എൻവയോൺമെൻറ്റ് ബെനിഫിറ്റിനുള്ള പ്രൊഡക്റ്റുകളെ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന രീതിയാണ് ഗ്രീൻ മാർക്കറ്റിംഗ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലേക്ക് ഉപയോഗിച്ചുകൊണ്ട് റീച്ചും എൻഗേജ്മെൻറ്റും ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, സോ നമ്മൾ 7 ടോപ്പിക് ഏരിയാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വി നീഡ് വൺ മോർ. ഒരു സെഷനും കൂടി നമുക്ക് വേണം. മേ ബി ഇന്ന് വൈകുന്നേരം ഞാനൊരു അഡീഷണൽ റെക്കോർഡിംഗ് ആയിട്ടോ, നാളെയല്ലേ എക്സാം വരുന്നത്, ഒരു നാളെ ഏർലി മോർണിംഗ് ഒരു 1 hour സെഷൻ എന്നുള്ള രീതിയിൽ നമുക്കത് എടുത്ത് തീർക്കാം. മൺഡേ ആണ് എക്സാം, മൺഡേ ആണ്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നാളെ മോർണിംഗ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ടോപ്പിക് ഏരിയ. ശരി, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.